ആയോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആറ്റോമിക് സ്ട്രക്ചർ എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഹൈഡ്രജൻ സ്പെക്ട്രം, അതുപോലെ ക്വാണ്ടം നമ്പേഴ്സ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ഇതിൽ നിന്ന് ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഹൈഡ്രജൻ സ്പെക്ട്രം. നമുക്കറിയാം രണ്ട് ടൈപ്പ് സ്പെക്ട്രം ഉണ്ട് ഇല്ലേ? ഒന്ന് അബ്സോർപ്ഷൻ സ്പെക്ട്രം, അതുപോലെ എമിഷൻ സ്പെക്ട്രം. അതായത് ഇലക്ട്രോണ് ലോവസ്റ്റ് എനർജിയിൽ നിന്ന് ഹയസ്റ്റ് എനർജിയിലേക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണ് കിട്ടുക. അതായത് നമുക്കറിയാം ലോവസ്റ്റ് എനർജിയിൽ നിന്ന് ഹയസ്റ്റ് എനർജിയിലോട്ട് ചാടണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു എനർജി സ്വീകരിച്ചിട്ടാണ്, അല്ലെങ്കിൽ എച്ചിന് എനർജി സ്വീകരിച്ചിട്ടാണ് ഹയസ്റ്റ് എനർജി ലെവലിലോട്ട് അത് ട്രാൻസിറ്റ് ചെയ്യുള്ളൂ അല്ലേ? അപ്പൊ ആ സമയത്ത് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടും? അബ്സോർപ്ഷൻ സ്പെക്ട്രം കിട്ടും. അതേപോലെ അതിന് നേരെ ഓപ്പോസിറ്റ്, അതായത് ഹയസ്റ്റ് എനർജിയിൽ നിന്ന് അല്ലെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ടോ അല്ലെങ്കിൽ എന്ത് ലോവസ്റ്റ് എനർജി ലെവലിലോട്ടോ ഇലക്ട്രോണ് തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ റേഡിയേഷൻ എമിറ്റ് ചെയ്യാണ് ചെയ്യുക അല്ലെ? എച്ചിന് എനർജി എമിറ്റ് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന സ്പെക്ട്രമാണ് എന്ത്? എമിഷൻ സ്പെക്ട്രം. ഓക്കെ, അപ്പൊ നമുക്ക് ഹൈഡ്രജന്റെ കേസിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രം പറയാൻ പറ്റും, അതുപോലെ എമിഷൻ സ്പെക്ട്രം പറയാൻ പറ്റും. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഡിസ്ക്രീറ്റ് സ്പെക്ട്രൽ ലൈൻസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ബൈ ഹൈഡ്രജൻ ആറ്റം വെൻ ഇലക്ട്രോൺ ട്രാൻസിഷൻ ബിറ്റ്വീൻ എനർജി ലെവൽസ് അല്ലെ? അതായത് ഫസ്റ്റത്തെ എനർജി ലെവൽ എങ്കിൽ ഇതിൽ നിന്ന് ഒരു എച്ച് എനർജി സ്വീകരിച്ചിട്ട് അതെന്ത് ചെയ്യും? ഹയസ്റ്റ് എനർജി ലെവലിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണ് കിട്ടുക. അത് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയി, അല്ലെങ്കിൽ ഓരോ ട്രാൻസിഷനും കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് എന്ത് കിട്ടും? അവിടെ സ്പെക്ട്രൽ ലൈൻസ് കിട്ടും. ഓക്കെ, അതാണ് എന്ത്? ഈ സ്പെക്ട്രൽ ലൈൻസ് നമുക്കറിയാം ഇതെന്താണ്? ഡിസ്ക്രീറ്റ് ആണ് അല്ലെ? കണ്ടിന്യൂസ് അല്ലല്ലോ, അല്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഓരോ ട്രാൻസിഷൻ നടത്തുമ്പോഴും അല്ലെങ്കിൽ ഒന്നാമത്തെ ലെവലിൽ നിന്ന് രണ്ടാമത്തിലോട്ട് പോകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വേവ് ലെങ്ത് കിട്ടും. അതുപോലെ ഇനി ഒന്നിൽ നിന്ന് മൂന്നിലോട്ടാണ് പോകുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത്? ഒരു സ്പെക്ട്രൽ ലൈൻ കിട്ടും. അപ്പോൾ ഓരോ സ്പെക്ട്രൽ ലൈൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിന്റെ വേവ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ബോറിന്റെ ആറ്റം മോഡൽ പ്രകാരം ഹൈഡ്രജൻ സ്പെക്ട്രം വളരെ എഫക്റ്റീവ് ആയിട്ട് എന്ത് അത് അദ്ദേഹത്തിന് ഡിസ്കസ് ചെയ്യാൻ പറ്റിയിരുന്നു അല്ലെ? അപ്പൊ എന്തായാലും അതിൽ നമ്മൾ ഒരു എനർജി ലെവൽസിന്റെ ഇക്വേഷൻസ് എത്ര വരുന്നത്, അല്ലെങ്കിൽ എത്രയാണ് അതിന്റെ എനർജി വരിക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ പഠിക്കുന്നതാണ്. ജസ്റ്റ് ആ ഇക്വേഷൻ ജസ്റ്റ് നോക്കാം. ബോർ മോഡൽ പ്രകാരം ഒരു nth ഓർബിറ്റിന്റെ എനർജി എന്ന് പറയുന്നത് എത്രയാണ്? En ഈക്വൽ ടു -13.6 ബൈ n സ്ക്വയർ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, അതായത് നമുക്കറിയാം ഓരോ ബോർ മോഡൽ പ്രകാരം ഇലക്ട്രോൺസ് ഒക്കെ റിവോൾവ് ചെയ്യുന്നത് ഓർബിറ്റിലൂടെയാണെന്ന് പറഞ്ഞു. അതിൽ ഓരോ ഓർബിറ്റിനും ഓരോ ഫിക്സഡ് എനർജി ആണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ? അപ്പം ഈ എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിന്റെ എനർജി വാല്യൂ എത്ര വരുന്നത്? -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലെ? ഇനി സെക്കൻഡ് ഓർബിറ്റിലാണെങ്കിൽ എന്നിന്റെ വാല്യൂ അല്ലെങ്കിൽ -13.6 ബൈ 4 EV ആയിരിക്കും എന്ത്? സെക്കൻഡ് ഓർബിറ്റിന്റെ എനർജി ലെവൽ. അതേപോലെ എന്നിന്റെ വാല്യൂ നമുക്ക് മാറുന്നതനുസരിച്ച് കറസ്പോണ്ടിങ് എനർജി വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ആ ഇക്വേഷൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. En ഈക്വൽ ടു -13.6 ബൈ n സ്ക്വയർ EV. ഓക്കെ അല്ലേ? അതുപോലെ ഇവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? ഫസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസിഷൻ നടക്കും നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ആ ഡിഫറൻസ് അല്ലെങ്കിൽ എന്ത് ഇവിടെ ഉണ്ടായ എനർജി ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് എന്ത് അടുത്ത് പറയുന്നത്? അത് ഡെൽറ്റ ഈക്വൽ ടു അല്ലെങ്കിൽ E2 - E1 ഈക്വൽ ടു H ന്യൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഈ ടേംസിലേക്ക് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 13.6 ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ഓക്കെ അല്ലേ? ഇതിൽ n1 ഉം n2 ഒക്കെ എന്താണ്? ഓരോ ഓർബിറ്റിന്റെയും വാല്യൂ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞ n1 ഉം n2 ഒക്കെ. ഓക്കെ അല്ലേ? അടുത്തത് റിഡ്ബർഗ് ഫോർമുല. നമുക്കിവിടെ ഓരോന്നിന്റെയും വേവ് ലെങ്ത് കണ്ടുപിടിക്കണം
അതായത് നമുക്കറിയാം ഓരോ ട്രാൻസിഷൻ കറസ്പോണ്ടിങ് ആയിട്ടും അവിടെ എന്ത് കിട്ടുന്നു പറഞ്ഞു, നമ്മൾ സ്പെക്ട്രൽ ലൈൻസ് കിട്ടുന്നു പറഞ്ഞു ഇല്ലേ. അപ്പൊ ഈ ഓരോ സ്പെക്ട്രൽ ലൈൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ വേവ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കുന്ന ജസ്റ്റ് ഒരു ഇക്വേഷൻ ആണ് 1/λ, അല്ലെങ്കിൽ 1/λനെ വിളിക്കുന്ന പേരാണ് വേവ് നമ്പർ. ഓക്കെ, വേവ് നമ്പർ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ 1/λ. ജസ്റ്റ് നോക്കാം, 1/λ ഈക്വൽ ടു RH ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ഓക്കെ, ഇതിൽ RH എന്നുള്ളത് റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. RH ഈക്വൽ ടു 1.097 ഇൻറ്റു 10⁻⁷ മീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, ഇതാണ് റിഡ്ബർഗ് കോൺസ്റ്റന്റ്. ഇത് മാറിപ്പോരുത്. ഓക്കെ, 10⁻⁻7 അല്ല, 10⁻⁷ ആണ്. ഓക്കെ, പിന്നെ ഈ n1ഉം n2 എന്താണ്? അതായത് ഇപ്പോ ഞാനിപ്പോ നോക്കാം, രണ്ടാമത്തെ എനർജി ലെവലിൽ നിന്ന് ട്രാൻസിഷൻ നടക്കുന്നത് ഒന്നാമത്തെ എനർജി ലെവലിലോട്ടാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ n1 എന്ന് പറയുന്നത് എന്താണ്? n1 എന്നുള്ളത് ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, അതായത് ഫസ്റ്റത്തെ എനർജി ലെവലിലോട്ടാണ് വന്നത്. ദെൻ n2 എന്താണ്? 2 ആണ്. ജസ്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേവ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ 1/λ കിട്ടും. അതിന്റെ റെസിപ്രോക്കലാണ് നമ്മുടെ വേവ് ലെങ്ത് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് തീർച്ചയായും പ്രോബ്ലംസ് ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഓരോരോ സീരീസുകൾ. ഓക്കെ, ഒരുപാട് സ്പെക്ട്രൽ ലൈൻസ് വരുന്നുണ്ട് പറഞ്ഞു. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ ആയിട്ട് നമ്മൾ 5 സീരീസ് ആയിട്ട് പറയാറുള്ളത്, അതിലേറെ ഉണ്ട്. ആ സീരീസുകൾ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് ലെയ്മാൻ സീരീസ്, സെക്കൻഡ് ബാൾമർ സീരീസ്, തേർഡ് വരുന്നത് പാഷൻ, ദെൻ ബ്രാക്കറ്റ് ഫണ്ട്. ഓക്കെ, അപ്പം ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഡിഫറെന്റ് സീരീസുകളാണ് പറഞ്ഞത്. ഒന്നാമത്തത് ലെയ്മാൻ സീരീസ്. ഈ ലെയ്മാൻ സീരീസിന്റെ പ്രത്യേകത എന്താ? ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ലെയ്മാൻ സീരീസിൽ ഇവിടെ ഇലക്ട്രോൺസിന്റെ ട്രാൻസിഷൻ നടക്കുന്നത് ഏതിൽ നിന്നാണ്? ഹയസ്റ്റ് ഓർബിറ്റിൽ നിന്ന് ഒന്നാമത്തെ ഓർബിറ്റിലേക്കാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റിലോട്ടാണ് നമ്മുടെ ഇലക്ട്രോണിന്റെ ട്രാൻസിഷൻ നടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ കിട്ടുന്ന സീരീസ് ആണ് ലെയ്മാൻ സീരീസ്. അപ്പൊ നോക്കാം, N2ൽ നിന്ന് 1ലോട്ട് വന്നു, 3ൽ നിന്ന് 1ലോട്ട് വന്നു, 4ൽ നിന്ന് വന്നു, 5ൽ നിന്ന് വന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡെസ്റ്റിനേഷൻ വരുന്നൊക്കെ എന്താണ്? Nന്റെ വാല്യൂ 1 ആണ്. അപ്പൊ അങ്ങനെ വരുന്ന അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് സീരീസ് ആണ് ലെയ്മാൻ സീരീസ്. ഓക്കെ, ഇനി ലെയ്മാൻ സീരീസ് ഏത് റീജിയനിലാണ് കാണപ്പെടുന്നത് ചോദിച്ചാൽ അത് അൾട്രാ വയലറ്റ് റീജിയൻ ആണ്. ഓക്കെ, എക്സാമിനേഴ്സ് ചോദിക്കാറുണ്ട് ഓരോ സ്പെക്ട്രൽ സീരീസും ഏത് റീജിയനിലാണ് കാണപ്പെടുന്നത്, UV ആണോ, വിസിബിൾ റീജിയൻ ആണോ, അതോ IR ആണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ലെയ്മാൻ സീരീസ് UV റീജിയനിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അടുത്തതാണ് ബാൾമർ സീരീസ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ബാൾമർ സീരീസ് പറയുമ്പോൾ അവിടെ ഫൈനൽ ഓർബിറ്റ് ഏതാ വരിക? Nന്റെ വാല്യൂ 2 ആണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3ൽ നിന്ന് 2ലോട്ട് പോവാം, അല്ലെങ്കിൽ 4ൽ നിന്ന് 2ലോട്ട് പോവാം, 5ൽ നിന്ന്, അല്ലെങ്കിൽ ഹയസ്റ്റ് എനർജി ലെവലിൽ നിന്ന് സെക്കൻഡ് ഓർബിറ്റിലേക്കാണ് ഇലക്ട്രോണിന്റെ ട്രാൻസിഷൻ എങ്കിൽ ആ സമയത്ത് കിട്ടുന്ന സ്പെക്ട്രൽ ലൈൻസ് ആണ് ബാൾമർ സീരീസിൽ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ തേർഡ് ഓർബിറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്, അതുപോലെ 4ൽ നിന്ന് 2ലോട്ട് വന്നു, 5ൽ നിന്ന് 2ലോട്ട് വന്നു, 6ൽ നിന്ന് 2ലോട്ട് വന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബാൾമർ സീരീസ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ബാൾമർ സീരീസ് ഏത് റീജിയനിലാണ്? നിങ്ങൾ നോക്കൂ, ഈ ചിത്രം ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. ബാൾമർ സീരീസ് വരുന്നത് ഏത് റീജിയനിലാണ്? നമ്മുടെ വിസിബിൾ റീജിയനിലാണ് ബാൾമർ സീരീസ് വരുന്നത്. ഓക്കെ, അത് മാറിപ്പോകണ്ട. ലെയ്മാൻ എന്നുള്ളത് അൾട്രാ വയലറ്റ് റീജിയനിലാണ്, ബാൾമർ സീരീസ് വരുന്നത് വിസിബിൾ റീജിയനിലാണ്. പിന്നെ ഈ ബാൾമർ സീരീസിൽ തന്നെ നമ്മൾ ഡിഫറെന്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഡിഫറെന്റ് ലൈൻസിന് നമ്മൾ പേര് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ H ആൽഫ, H ബീറ്റ, H ഗാമ, H ഡെൽറ്റ എന്നൊക്കെ പറയാറുണ്ട്. അതിന്റെ വാല്യൂസ് നമുക്ക് അടുത്ത് വരുന്നത് പറയാം. ഓക്കെ, എന്തായാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തതാണ് പാഷൻ. പാഷന് എന്താണ് ഇമ്പോർട്ടന്റ്? അവിടെ Nന്റെ വാല്യൂ എത്രയായിരിക്കും വരിക? Nന്റെ വാല്യൂ 3 ആണ് അല്ലെ? അതായത് ഹയസ്റ്റ് എനർജി ലെവൽസിൽ നിന്ന് 3ലേക്ക് വരികയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് സീരീസ് ആണ് പാഷൻ. ഓക്കെ, അത് ഏത് റീജിയനിലാണ് വരുന്നത്? നിയർ ഇൻഫ്രാറെഡ്. നമുക്കറിയാലോ, UV കഴിഞ്ഞാൽ അടുത്തത് വിസിബിൾ, വിസിബിൾ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് എന്താണ്? IR ആണ്. ഓക്കെ, അപ്പൊ IR തന്നെ നിയർ IR റീജിയനിലാണ് ആര് വരുന്നത്? പാഷൻ സീരീസ് വരുന്നത്.
അടുത്തത് ബ്രാക്കറ്റ്. ബ്രാക്കറ്റ് ഏത് റീജിയനിലായിരിക്കും? പാഷൻ നിയർ ഇൻഫ്രാറെഡ് ആണെങ്കിൽ ബ്രാക്കറ്റ് എവിടെയാണ്? ഫാർ ഇൻഫ്രാറെഡിലാണ് അല്ലേ? അപ്പൊ ഈ വരുന്ന പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് ഇത് മൂന്നും IR റീജിയനിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അതിലേറ്റവും അടുത്ത് നിയർ IR വരുന്നതാണ് പാഷന്. ഓക്കെ അല്ലേ? ഇനി ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ വരുന്നത് ഇലക്ട്രോൺ ട്രാൻസിഷൻ ഹയസ്റ്റ് ഓർബിറ്റിൽ നിന്ന് 4ാമത്തെ ഓർബിറ്റിലേക്കാണ് ട്രാൻസിഷൻ വരുന്നത്. ഓക്കെ, അതായത് 5ൽ നിന്ന് 4ലോട്ട് വരാം, 6ൽ നിന്ന് 4ലോട്ട് വരാം, 7ൽ നിന്നും 4ലോട്ട് വരാം. ആ കിട്ടുന്ന സീരീസ് ആണ് എന്താ? നമ്മുടെ ബ്രാക്കറ്റ് സീരീസ്. ലാസ്റ്റ് ഏതാണ്? ഫണ്ട് സീരീസ്. ഫണ്ട് സീരീസിന്റെ പ്രത്യേകത അത് ഏതിലോട്ടായിരിക്കും? n=5 അല്ലെങ്കിൽ ഓർബിറ്റിലോട്ടായിരിക്കും എന്ത് ഇതിന്റെ ട്രാൻസിഷൻ നടക്കുക. 6ൽ നിന്ന് 5ലോട്ട് വരാം, 7ൽ നിന്ന് വരാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്നും 5ലോട്ട് വരാം. അതിന് കറസ്പോണ്ടിങ് കിട്ടുന്ന സ്പെക്ട്രൽ സീരീസ് ആണ് ഇത് നമ്മുടെ ഫണ്ട് സീരീസ് വരുന്നത്. അത് ഏത് റീജിയനിലാണ്? ഫാർ ഇൻഫ്രാറെഡ് റീജിയനിലാണ് ഇത് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറഞ്ഞത് ജസ്റ്റ് എന്ത് ചെയ്യാ? ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് ലൈമാൻ സീരീസ്, ദെൻ ബാൾമർ സീരീസ്, മൂന്നാമത്തത് പറയൂ? പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഓക്കെ, ഇതില് പാഷനും ബ്രാക്കറ്റും ഫണ്ട് ഏത് റീജിയനിലാണ്? IR റീജിയൻ ആണ്. ബാൾമർ സീരീസ് വിസിബിൾ റീജിയനിൽ വരുന്നു. ലൈമാൻ സീരീസ് UV റീജിയനിൽ വരുന്നു. ഇത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ലൈമാൻ സീരീസിൽ ഫൈനൽ സ്റ്റേജ് വരുന്നത് ഏതാണ്? 1 ആണ്. ബാൾമർ ആവുമ്പം 2 ആണ് വരിക. പാഷൻ ആവുമ്പോൾ 3, ബ്രാക്കറ്റ് 4, ഫണ്ട് 5. ഓക്കെ, അതിന്റെ ടേബിൾ ആയിട്ട് അടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഫസ്റ്റ് ലൈമാൻ സീരീസ് നമ്മൾ പറഞ്ഞു ഫൈനൽ ലെവൽ വരുന്ന ഏതാണ്? 1 ആണ്. അത് നമുക്ക് 2, 3, 4 അല്ലെങ്കിൽ ഹയസ്റ്റ് ഓർഡറിൽ നിന്ന് 1ലോട്ട് വരാം. അത് ഏത് റീജിയനിലാണ് വരുന്നത്? UV റീജിയനിലാണ്. പിന്നെ ബാൾമർ സീരീസ് ആണെങ്കിൽ നമ്മുടെ N1ന്റെ വില അല്ലെങ്കിൽ ഫൈനൽ ലെവൽ വരുന്നത് 2 ആണ്. അത് 3, 4, 5ൽ നിന്ന് ആണെന്ത് അതിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്നത്. ദെൻ അത് വിസിബിൾ റീജിയൻ ആണ് വരുന്നത്. പിന്നെ പാഷന്, ബ്രാക്കറ്റ്, ഫണ്ട് ഇതെല്ലാം IR റീജിയൻ ആണ്. പിന്നെ നമ്മളെന്ത് ഹംഫ്രി എന്നുള്ളത് ഒരു ലെവൽ വരുന്നുണ്ട്, സീരീസ് വരുന്നുണ്ട്. അത് പറഞ്ഞാൽ ഇവിടെ ഫൈനൽ ലെവൽ വരുന്നത് ഏതിലോട്ടായിരിക്കും? 6ാമത്തെ ഓർബിറ്റിലോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് 7ൽ നിന്ന് വരാം, 8ൽ നിന്ന് വരാം, 9ൽ നിന്ന് വരാം. ഓക്കെ, എക്സെട്ര. അപ്പൊ ഇതാണ് ഹംഫ്രി. ജസ്റ്റ് നിങ്ങൾ 5 വരെ അല്ലെങ്കിൽ ഫണ്ട് വരെ പഠിച്ചാൽ മതിയാവും. പിന്നെ എന്ത് ഹംഫ്രി എന്നുള്ള ലെവലും കൂടി ഉണ്ടെന്ന്, സീരീസ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഇതും ഏത് റീജിയനിലാണ് വരുന്നത്? ഇതും ഫാർ ഇൻഫ്രാറെഡ് റീജിയനിലാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞു ബാൾമർ സീരീസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സീരീസ് ആണ് ഇതിൽ ബാൾമർ സീരീസ്. കാരണം നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ലൈൻസ് വരുന്നത് ഏതിലാണ്? വിസിബിൾ റീജിയനിലായതുകൊണ്ട് ഇതിൽ വരുന്ന H ആൽഫ അല്ലെങ്കിൽ H ബീറ്റ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന സ്പെക്ട്രൽ ലൈൻസ് ആണ്. ഓക്കെ, അപ്പോ ബാൾമർ സീരീസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ട്രാൻസിഷൻ വരുന്നത് ഇലക്ട്രോൺ എങ്ങോട്ടാണ്? 3 അല്ലെങ്കിൽ 4, 5 ലെവലിൽ നിന്ന് എങ്ങോട്ടായിരിക്കും? സെക്കൻഡ് ലെവലിലോട്ടായിരിക്കും ഇതിന്റെ ട്രാൻസിഷൻ നടക്കുന്നത്. ഓക്കെ അല്ലേ? വിസിബിൾ റീജിയനിലാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ഡിഫറെന്റ് ലൈൻസ്. ബാൾമർ സീരീസിൽ തന്നെ ഡിഫറെന്റ് ലൈൻസ് ഉണ്ട്. അതായത് 3ാമത്തെ ഓർബിറ്റിൽ നിന്ന് 2ാമത്തെ ഓർബിറ്റിലോട്ടാണ് ട്രാൻസിഷൻ എങ്കിൽ അപ്പൊ കിട്ടുന്ന ലൈൻ ആണ് H ആൽഫ. ഓക്കെ, H ആൽഫ ലൈൻ വരുന്നത് 3ാമത്തതിൽ നിന്ന് 2ാമത്തിലോട്ട് വരുമ്പോഴാണ്. ഓക്കെ, അതിന്റെ കളർ നോക്കുക. അത് ഏകദേശം എന്ത് നമ്മുടെ വിസിബിളിന്റെ വിബ്ജിയോറിന്റെ റെഡ് റീജിയനിലാണ് എന്ത് വരുന്നത്. വേവ് ലെങ്ത് വരുന്നത് ഏകദേശം 656 നാനോമീറ്റർ ആണ്. ഈ വേവ് ലെങ്ത്തിന്റെ വാല്യൂ പഠിച്ചിട്ടില്ലെങ്കിലും ജസ്റ്റ് റീജിയൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഏകദേശം എത്രയാണ് നമ്മുടെ ഇതിന്റെ റേഞ്ച് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഓർത്ത് വെക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. H ആൽഫ വരുന്നത് ഏത് റീജിയനിലാണ്? ഈ വിസിബിൾ റീജിയനിൽ തന്നെ റെഡിന്റെ റീജിയനിലാണ് ആര് വരുന്നത്? H ആൽഫ വരുന്നത്. ഓക്കെ, അടുത്തത് H ബീറ്റ. H ബീറ്റ എങ്ങനെയായിരിക്കും? അത് വരുന്നത് ബ്ലൂ ഗ്രീൻ റീജിയനിലാണ് വരുന്നത്. ഓക്കെ, അതിന് വേവ് ലെങ്ത് ഏകദേശം 486 നാനോമീറ്റർ ആണ്. അപ്പോൾ H ആൽഫ ആണെങ്കിൽ ബ്ലൂ ഗ്രീൻ റീജിയനിലാണ് വരുന്നത്. പിന്നെ H ഗാമ ആണെങ്കിൽ വയലറ്റ് റീജിയനിലാണെന്ത് അത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ H ഡെൽറ്റ ഇത് എന്താണ് ഏകദേശം വയലറ്റ് റീജിയനിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക ഈ ബാൾമർ സീരീസ് തന്നെ ഡിഫറെന്റ് ലൈൻസിനെ എന്ത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് H ആൽഫ, H ബീറ്റ, H ഗാമ ആൻഡ് H ഡെൽറ്റ.
ഇതിൽ ഓരോന്നും നോക്കാം. ട്രാൻസിഷൻ വരുന്നത് എച്ച് ആൽഫ ആണെന്നുണ്ടെങ്കിൽ 3-ൽ നിന്ന് 2-ലോട്ട്, അതുപോലെ എച്ച് ബീറ്റ ആണെങ്കിൽ അതെന്തായിരിക്കും 4-ൽ നിന്ന് 2-ലോട്ടായിരിക്കും. എച്ച് ഗാമ എന്നുള്ളത് 5-ൽ നിന്ന് 2-ലോട്ട്, അതുപോലെ എച്ച് ഡെൽറ്റ ഓർത്ത് വെക്കുക. എക്സാമിന് ഈ റീജിയനോ അല്ലെങ്കിൽ അതിന്റെ വേവ് ലെങ്തോ ചോദിച്ചിട്ടുണ്ട്. ഇനി വേവ് ലെങ്ത് കറക്റ്റ് പഠിച്ചിട്ടില്ലെങ്കിലും ഏകദേശം ആ റേഞ്ച് അറിയാലോ. ഇപ്പൊ റെഡിന്റെ വേവ് ലെങ്ത് ഏകദേശം എന്താ ഈ 650 ആ റേഞ്ച് തന്നെയാണ് അതിന്റെ റെഡിന്റെ വേവ് ലെങ്ത് വരുന്നത്. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്ലൂ വയലറ്റ് ഇതിന്റെ ഒക്കെ ഏകദേശം റേഞ്ച് അറിഞ്ഞാൽ മതി. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് നോക്കാം. എന്താ ഇതിന്റെ മുൻ വർഷത്തെ ചോദ്യം വന്നിട്ടുണ്ട്, ആ സമയത്ത് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ബാൾമർ സീരീസിന്റെ ഈ ലൈൻസുകള് ഏതൊക്കെയാണെന്ന് അറിഞ്ഞു വെക്കുക. ഇതിന്റെ റീജിയനും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ജസ്റ്റ് അതെങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ റിഡ്ബർഗ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് സോൾവ് ചെയ്തതാണ്. നമുക്കറിയാം റിഡ്ബർഗിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, 1/λ = RH × 1/n1² മൈനസ് 1/n2². ഇതില് ബാൾമർ സീരീസ് ആയതുകൊണ്ട് തന്നെ n1 എന്ന് പറഞ്ഞാൽ ഏതാണ്, n1ന്റെ വാല്യൂ 2 ആണ്. അതാണ് ഫൈനൽ സ്റ്റേജ്. ഓക്കെ, ദെൻ എച്ച് ആൽഫ ആണെങ്കിൽ അറിയുന്നതാണ് 3-ൽ നിന്ന് 2-ലോട്ടാണ് ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ 1/λ അല്ലെങ്കിൽ വേവ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. എന്താ വരിക, റിഡ്ബർഗ് കോൺസ്റ്റന്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു 1.097 × 10⁻⁷. ദെൻ 1/n1² വാല്യൂ എന്താ, n1ന്റെ വാല്യൂ എത്രയാണ്, 2 ആണല്ലോ. അപ്പൊ 1/2² മൈനസ് 1/3². ഇവിടെ n2 എത്രയാണ്, 3 ആണ്. ഓക്കെ അല്ലേ? അടുത്തത് ഇനി എച്ച് ബീറ്റ ആണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അവിടെ n1 2-ഉം n2 4 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലാംഡന്റെ വാല്യൂ ഏകദേശം 486 നാനോമീറ്റർ വരും. ഏതാണ്, ബ്ലൂ ഗ്രീൻ റീജിയനിലാണ് വരുന്നത്. അതുപോലെ എച്ച് ആൽഫ ആണെങ്കിൽ 656 നാനോമീറ്റർ ആണ് ഏകദേശം വരുന്നത്. അത് വരുന്നത് റെഡ് റീജിയനിലാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ റേഞ്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതിയാവും. ഇനി അടുത്തത്, അപ്പൊ നമ്മളെ ഹൈഡ്രജൻ സ്പെക്ട്രം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി സ്പെക്ട്രൽ ലൈൻസും ഇതിന്റെ വേവ് ലെങ്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ജസ്റ്റ് ബേസിക് അറിഞ്ഞാൽ മതിയല്ലോ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സാമിന് ചോദിച്ചാലൊക്കെ എന്ത് ചെയ്യാം, അത് വെച്ചാണ് സോൾവ് ചെയ്യാം. ഇനി അടുത്താണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പോ ഈ ക്വാണ്ടം നമ്പേഴ്സ് പറയുമ്പോൾ അതിന്റെ ഒറിജിന് ആദ്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. നമുക്കറിയാം ഇതിന്റെ ഒറിജിൻ വരുന്നത് എവിടെ നിന്നാണ്, യെസ്, ഷ്രോഡിംഗറിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് അല്ലേ. അതില് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഷ്രോഡിംഗർ ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ക്വാണ്ടം നമ്പേഴ്സ്, അതായത് നമ്മൾ പഠിക്കുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അതുപോലെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, ഇത് മൂന്നും ഡിറൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് വരുന്നത് ഈ ഷ്രോഡിംഗർ ഇക്വേഷനിൽ നിന്നാണ്. ഓക്കെ, ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം, പിന്നെ നാലാമത് നമ്മൾ പഠിക്കുന്ന ഒരു ക്വാണ്ടം നമ്പർ ഉണ്ട്, സ്പിൻ ക്വാണ്ടം നമ്പർ. അത് പക്ഷേ ഷ്രോഡിംഗർ ഇക്വേഷനിൽ നിന്നല്ല. ഓക്കെ, ആദ്യത്തെ 3 നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഷ്രോഡിംഗർ ഇക്വേഷനിൽ നിന്ന് വന്നത്. അപ്പൊ ഇക്വേഷൻ നോക്കാം. നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്താ വരുന്നത്, -h² ∇² psi പ്ലസ് v psi = E psi. ഇതിൽ psi എന്താണ്, psi എന്നുള്ളതാണ് വേവ് ഫംഗ്ഷൻ. ഓക്കെ, psi എന്നുള്ളത് വേവ് ഫംഗ്ഷൻ ആണ്. പിന്നെ ഈ എച്ച് എന്താ പറയാ, ഈ h²/2m ∇² എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതായത് ജനറലി നമ്മുടെ ഇക്വേഷൻ വരുന്നത് എന്താണ്, h psi = E psi ആണ്. ഓക്കെ, ഇതിൽ h എന്നുള്ളത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആണ്, E എന്നുള്ളത് ടോട്ടൽ എനർജി. ഓക്കെ, അപ്പം psi എന്നുള്ളത് വേവ് ഫംഗ്ഷൻ ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, psi എന്നുള്ളത് ജസ്റ്റ് എന്താണ്, അത് നമുക്ക് ആ ഒരു ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷൻ ആണ് അവിടെ പറയുന്നത്. ഇനി ആ ഇലക്ട്രോൺ എവിടെ കാണപ്പെടുന്നു, അല്ലെങ്കിൽ ആ റീജിയനെ കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ psi കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കഴിയില്ല. പക്ഷെ psiന്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ അതാണ് പ്രോബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ psi² വെച്ചിട്ട്, അല്ലെങ്കിൽ psi² ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളത്. psi² വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണ് എവിടെയാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഓർബിറ്റലിന്റെ കൺസെപ്റ്റ് വരുന്നത് psi² നിന്നാണ്. ഓക്കെ, അപ്പോ അത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അതായത് psiക്ക് പ്രത്യേകിച്ച് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല, സിഗ്നിഫിക്കൻസ് ഉള്ള ആള് psi² ആണ്. അതിനാണ് പ്രോബിലിറ്റി ഡെൻസിറ്റി എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഷ്രോഡിംഗർ ഇക്വേഷൻ ഉണ്ട്, h²/2m ∇² psi പ്ലസ് v psi = E psi. ഇത് നമ്മളെ സ്ഫെറിക്കൽ കോർഡിനേറ്റ് വെച്ച് സോൾവ് ചെയ്യാണ്. ഓക്കെ,
നമുക്കറിയാം, നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഉണ്ട്, സ്ഫെറിക്കൽ കോർഡിനേറ്റ് ഉണ്ട്, പോളാർ കോർഡിനേറ്റ് ഉണ്ട്. നമ്മൾ ഇവിടെ സോൾവ് ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ്? സ്ഫെറിക്കൽ കോർഡിനേറ്റ് വെച്ചിട്ടാണ്. അതിന്റെ 3 കോർഡിനേറ്റ് നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ, r, θ, φ. അപ്പോൾ നമുക്ക് സൈ r, θ, φ എന്ന് എങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ ആ വേവ് ഫംഗ്ഷന് 3 കമ്പോണന്റ് ഉണ്ടാവും. ഏതൊക്കെ? ഒന്ന് റേഡിയൽ കമ്പോണന്റ് ഉണ്ടാവും, പിന്നെ തീറ്റന്റെ കമ്പോണന്റ് ഉണ്ടാവും, പിന്നെ ഫൈയുടെ കമ്പോണന്റ് ഉണ്ടാവും. ഇങ്ങനെ 3 കമ്പോണന്റ്സ് ആണ് എന്ത് ഒരു വേവ് ഫംഗ്ഷന് സ്ഫെറിക്കൽ കോർഡിനേറ്റ് വെച്ച് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പൊ ഈ ഓരോ കമ്പോണന്റും ഓരോ കമ്പോണന്റും എന്തിന് കറസ്പോണ്ടിങ് ആണ്? ഓരോ വേവ് നമ്പർ ഓരോ ക്വാണ്ടം നമ്പറിന് കറസ്പോണ്ടിങ് ആണ്. ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് കിട്ടിയ 3 ക്വാണ്ടം നമ്പേഴ്സ് വന്നത് ശരിക്കും എന്താണ്? ഇതിന്റെ ഈ സൈഡ് ഈ സ്ഫെറിക്കൽ കോർഡിനേറ്റ് വെച്ച് നമ്മൾ എന്ത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന r അല്ലെങ്കിൽ എന്ത് തീറ്റ വാല്യൂ, അതുപോലെ ഫൈ വാല്യൂ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്ന ക്വാണ്ടം നമ്പേഴ്സ് വരുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വാണ്ടം നമ്പർ ആണ് എന്ത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതിന്റെ ലെറ്റർ സ്മോൾ ലെറ്റർ n ആണ്. അത് വരുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ വേവ് ഫംഗ്ഷന്റെ ഇക്വേഷനിലെ ഏത് ഭാഗത്തു നിന്നാണ്? റേഡിയൽ പാർട്ട് അല്ലെങ്കിൽ r എന്നുള്ള അതിൽ നിന്നാണ് വന്നത്. അതേപോലെ ആ ലെറ്റർ സ്മോൾ ലെറ്റർ n ആണ്. അത് വന്നത് നമ്മുടെ വേവ് ഫംഗ്ഷന്റെ ഏത് ഭാഗത്തിൽ നിന്നാണ്? ആംഗുലാർ പാർട്ട് അല്ലെങ്കിൽ എന്ത് തീറ്റ ഭാഗത്തിൽ നിന്നാണ് അത് വന്നത്. അതേപോലെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉണ്ട് ml, അത് വരുന്നത് ഫൈ പാർട്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ അസിമ്യൂത്തൽ പാർട്ടിൽ നിന്നാണ്. ഓക്കെ, പിന്നെ ഇത് മൂന്നുമാണ് ഏത് ഷ്രോഡിംഗർ ഇക്വേഷൻ വെച്ചിട്ട് വന്നത്. സ്പിന്ന് നമ്മൾ എന്ത് ലേറ്റർ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഓർബിറ്റലിനെ ഡിനോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓർബിറ്റലിനെ സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ശരിക്ക് എത്ര ക്വാണ്ടം നമ്പേഴ്സ് ആണ്? n വേണം, l വേണം, m വേണം. ഓക്കെ, അതായത് ഇത് മൂന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓരോ ഇലക്ട്രോൺ കറക്റ്റ് ഏത് ഓർബിറ്റിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഫസ്റ്റ് ഓർബിറ്റിലാണോ അല്ലെങ്കിൽ സെക്കൻഡ് ഓർബിറ്റിലാണോ, ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് n, l, m വാല്യൂസ് വെച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതേസമയം ഈ സ്പിൻ ക്വാണ്ടം നമ്പർ വരുന്നത് എന്ത് ചോദിച്ചാല്, നമുക്ക് എന്ത് ആ ഇലക്ട്രോണിന്റെ കറക്റ്റ്, അതായത് നമുക്കറിയാം ഓരോ ഓർബിറ്റിലും 2 ഇലക്ട്രോൺസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഓരോ ഓർബിറ്റിലും 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പം അതിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് കൊണ്ടുവന്നത്? സ്പിൻ ക്വാണ്ടം നമ്പർ MS കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, MS എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ചിലതിൽ S എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പം അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഈ ക്വാണ്ടം നമ്പേഴ്സ് പറഞ്ഞാൽ എന്താ ശരിക്ക്? ഒരു ഇലക്ട്രോണിന്റെ അഡ്രസ് ആണ്. ഇപ്പൊ ഈ 4 ക്വാണ്ടം നമ്പേഴ്സ് കൊണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺസിന്റെ അഡ്രസ് ആണല്ലോ വരുന്നത്. ഓക്കെ, എവിടെയാണ്, അല്ലെങ്കിൽ ഏത് ഷെല്ലിലാണ്, അല്ലെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ, അങ്ങനെ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ഒറിജിൻ ആണ് പറഞ്ഞത്, എങ്ങനെ ക്വാണ്ടം നമ്പേഴ്സ് വന്നു എന്നുള്ളത്. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്. നമുക്ക് n-ന്റെ വാല്യൂ അറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? യെസ്, ആ ഓർബിറ്റലിന്റെ എനർജി ലെവൽ പറയാൻ പറ്റും, ഇല്ലേ? അതേപോലെ അത് അതിന്റെ ഡിസ്റ്റൻസ്, ന്യൂക്ലിയസിൽ നിന്ന് എത്രമാത്രം ഡിസ്റ്റൻസിലാണ് എന്ത് ആ ഇലക്ട്രോൺ അല്ലെങ്കിൽ ആ ഓർബിറ്റൽ ഉള്ളത് എന്ന് നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ ആണെങ്കിലോ, L ആണെങ്കിലോ, L വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാ പറയാൻ പറ്റുക? യെസ്, ആ ഓർബിറ്റലിന്റെ ഷേപ്പ്, നമ്മുടെ സബ്ഷെല്ലുകൾ നിങ്ങൾക്ക് അറിയാലോ, SPDF സബ്ഷെല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൽ തന്നെ A ആണോ F ആണോ എന്നൊക്കെ ഈ L വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതേപോലെ അതിന്റെ നമുക്കറിയാം എസിന്റെ ഷേപ്പ് ഒക്കെ എന്താണ്? സ്ഫെറിക്കൽ ആണ്. അതുപോലെ പിയുടെ ഷേപ്പിൽ ടംബൽ ഷേപ്പ് ആണ്. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ അറിയാൻ പറ്റുന്ന ഏത് ക്വാണ്ടം നമ്പർ വെച്ചിട്ടാണ്? L ക്വാണ്ടം നമ്പർ വെച്ചിട്ടാണ്. ഓക്കെ, അടുത്തത് ML വെച്ചിട്ടോ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വെച്ചിട്ട് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇതിന്റെ ഓറിയന്റേഷൻ അല്ലെങ്കിൽ എന്ത് ഡയറക്ഷൻ അറിയാൻ വേണ്ടി, ആ ഓർബിറ്റലിന്റെ ഓറിയന്റേഷനോ അല്ലെങ്കിൽ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സ്പിൻ ക്വാണ്ടം നമ്പർ. അത് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിന്റെ സ്പിന്ന്. ഓക്കെ, ഒന്നെങ്കിൽ അതെന്ത് ചെയ്യാം, +½ ആയിരിക്കാം, അല്ലെങ്കിൽ -½ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ നമുക്ക് ഡയറക്ഷൻ വെച്ച് പറയുകയാണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങളെ അല്ലെങ്കിൽ 4 ക്വാണ്ടം നമ്പേഴ്സിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് എക്സാമിന് എന്ത് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഫസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ.
അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണ്? നമ്മൾ പറഞ്ഞു ഇത് റേഡിയൽ നമ്മുടെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനിലെ വേവ് ഫംഗ്ഷനിൽ വരുന്ന റേഡിയൽ പാർട്ടിൽ നിന്നാണ് എന്ത് നമ്മുടെ ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വന്നിട്ടുള്ളത് പറഞ്ഞു. ഇനി അതുകൊണ്ട് എന്തൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഒന്ന് എനർജി ലെവൽ അല്ലെങ്കിൽ ഷെല്ലുകൾ. ഇപ്പൊ കെ ഷെല്ലാണോ, എൽ ഷെല്ലാണോ, എം ഷെല്ലാണോ, അത് നമുക്ക് എൻ്റെ വാല്യൂ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം മെയിൻ എനർജി ലെവൽ അല്ലെങ്കിൽ എന്ത് ഷെൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ സൈസ്, എനർജി, ആ ഓർബിറ്റലിന്റെ സൈസും അതുപോലെ ആ എനർജിയും എന്ത് ചെയ്യാം ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എൻ്റെ ഡിഫറെന്റ് വാല്യൂസ് ഏതൊക്കെ വരുന്നത്? എൻ്റെ വാല്യൂ 1, 2, 3, 4. അത് നിങ്ങൾ മനസ്സിലാക്കുക, എന്താണ് ക്വാണ്ടൈസ്ഡ് ആണ് അല്ലേ? അല്ലാതെ ഇതിൽ വേറെ നമ്പേഴ്സ് 1.5 എന്ന നമ്പർ വരുന്നുണ്ടോ അല്ലെങ്കിൽ 2.5 വരുന്നുണ്ടോ? ഇല്ലല്ലോ. അതായത് ക്വാണ്ടൈസ്ഡ് ആണ് എന്നിന്റെ വാല്യൂ. അതായത് നമുക്ക് പറയാം ഇവിടുത്തെ എനർജി ലെവൽസ് എന്ത് ക്വാണ്ടൈസ്ഡ് ആണ് അല്ലേ? അപ്പോ ഈ വാല്യൂ ജസ്റ്റ് കൊടുത്തു നോക്കുക. എന്നിന്റെ വാല്യൂ എന്താണ്? 1. 1 വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുക? കെ ഷെൽ എന്ന് പറയുന്നത്. അതുപോലെ 2 ആണെങ്കിൽ 1 ആണെങ്കിൽ കെ, 2 ആണെങ്കിൽ അത് എല്, ദെൻ 3 ആണെങ്കിൽ എം ഷെല്ല്, 4 ആണെങ്കിൽ എൻ ഷെല്ല്. ഓക്കെ. അപ്പോൾ ഓരോ ഷെല്ലുകൾ നമുക്ക് ഈ എന്നിന്റെ വാല്യൂ വെച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എനർജി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ, ഒരു ഇലക്ട്രോണിന്റെ എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. എൻ ഈക്വൽ ടു -13.6/n²eV. ഇതിൽ എൻ എന്താണ്? എൻ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ഓക്കെ. അപ്പൊ ഏത് അല്ലെങ്കിൽ എൻ നമുക്ക് എന്ത് ചെയ്യാം? 1 യൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റലിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രോണിന്റെ എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ എൻ 1, 2, 3 എത്ര കൊടുത്താലും അതിനനുസരിച്ച് എനർജി കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നോക്കേണ്ട കാര്യം, ഇവിടെ എനർജി എന്താണ് വരുന്നത്? എൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n² ആണ്. ഈ റിലേഷൻ ജസ്റ്റ് ഓർത്ത് വെക്കുക, നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ ആവശ്യം വരും. അതിനർത്ഥം എന്താ? n കൂടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ എനർജി എന്ത് ചെയ്യും? ലെസ് നെഗറ്റീവ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഇവിടുത്തെ ഇലക്ട്രോണ് വളരെ ലൂസ് ആയിട്ടായിരിക്കും ബൗണ്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? നമുക്കറിയുന്ന കാര്യമാണല്ലോ. അതായത് ഇതിപ്പോ ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയസിനോട് അടുത്ത് കിടക്കുന്ന ഫസ്റ്റത്തെ ഓർബിറ്റിലായിരിക്കും എന്ത് ഏറ്റവും അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് ബൗണ്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് എന്നിന്റെ വാല്യൂ കൂടുന്തോറും നമുക്കറിയാം ഇപ്പൊ ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഇതിന്റെ ബൗണ്ടിങ് എന്തായിരിക്കും വരിക? വളരെ കുറവാണ് അല്ലേ? അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂടുന്തോറും ഇവിടെ എനർജി എന്ത് ചെയ്യും? നമുക്കറിയാം കൂടുന്ന കാര്യം അറിയാം. ദെൻ വേറെ കാര്യമുള്ള എന്താണ്? ഇവിടെ ഇത് ലെസ് ആയിട്ട് എന്ത് ചെയ്ത് ബൗണ്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ ലൂസ് ബൗണ്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? അടുത്തത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ന്യൂക്ലിയസിൽ നിന്നുള്ള ആവറേജ് ഡിസ്റ്റൻസ്. ഓക്കെ. അല്ലെങ്കിൽ ഓരോ ഓർബിറ്റിലും ന്യൂക്ലിയസിൽ നിന്ന് എത്രമാത്രം അകലെയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോ ഇത് 1, ഇത് R2, R3. ഓക്കെ. അങ്ങനെ ഓരോ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എന്ത് ആവറേജ് റേഡിയസ് നമുക്ക് ആവറേജ് ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ഇക്വേഷൻ ആണെന്ത്? R ഈക്വൽ ടു A0 n². ഓക്കെ. ഇതിൽ A0 എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കാരണം അതെന്താ? അതിനെ നമ്മൾ ബോർ റേഡിയസ് എന്ന് വിളിക്കുന്നത്. ബോർ റേഡിയസിന്റെ വാല്യൂ നോട്ട് ചെയ്ത് വെക്കുക, 0.529 ആങ്സ്ട്രോം. ഓക്കെ. അല്ലെങ്കിൽ 0.529 ഇൻറ്റു 10⁻⁻10 മീറ്റർ ആണെന്ത് നമ്മുടെ ബോർ റേഡിയസിന്റെ വാല്യൂ. അപ്പൊ അത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, റേഡിയസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആവറേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു n² ആണ്. നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷനിലാണ്. ഓക്കെ. അതായത് n കൂടുന്തോറും ഇവിടെ ആവറേജ് ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടി വരും. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ എന്താ അതിനർത്ഥം എന്താ? 6 കൂടുക മീൻസ് എന്താ? ഇതിന്റെ റേഡിയസ്, ഇത് ഫസ്റ്റ് ഓർബിറ്റൽ റേഡിയസ് ഇത്ര ആണെങ്കിൽ രണ്ടാമത്തത് അതേറെ വലുതായിരിക്കും, മൂന്നാമത്തത് വീണ്ടും വലുതാവും. ഓക്കെ. അപ്പോ ഇതാണെന്ത് നമ്മളിവിടെ മനസ്സിലാക്കുന്ന കാര്യം. അതായത് ഇവിടുത്തെ റേഡിയസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n² ആണ്. ഓക്കെ അല്ലേ? അതായത് എന്നിന്റെ വാല്യൂ കൂടുന്തോറും അല്ലെങ്കിൽ ഹയർ ഓർബിറ്റിലാണ് എങ്കിൽ അതിന് റെസ്പോണ്ടിങ് റേഡിയസ് എന്തായിരിക്കും? വളരെ വലുതായിരിക്കും. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് നമുക്ക് ഓർബിറ്റലില് എത്ര എന്താ പറയാ, അല്ലെങ്കിൽ ഒരു ഷെല്ലില് എത്ര ഓർബിറ്റൽസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അതായത്
നമ്മളിപ്പോ കെ ഷെല്ലാണെങ്കിൽ കെ ഷെല്ലിൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിൽ എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂലേ? പറ്റും. അതുപോലെ എൽ ഷെല്ലാണെങ്കിൽ നമ്മൾ എന്ത് അതിൽ എസ് ഉണ്ടാവും, പി സബ് ഷെല്ലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ അതിന്റെ എണ്ണം എത്ര ഉണ്ടാവും അത് കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് സിമ്പിൾ ഒരു ഇക്വേഷൻ ആണ് എന്ത്, എൻ സ്ക്വയർ കണ്ടാൽ മതി. അതായത് ഫസ്റ്റ് ഓർബിറ്റിൽ എന്നുള്ളതാണല്ലോ നമ്മുടെ ഫസ്റ്റ് ഷെല്ലാണല്ലോ കെ ഷെല്ല് അല്ലേ? അവിടെ എന്നിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ അവിടെ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ, 1 സ്ക്വയർ മാത്രമേ ഉള്ളൂ. ഇനി എൽ ആണെങ്കിലോ, എൽ ആണെങ്കിൽ എന്നിന്റെ വാല്യൂ എത്ര വരുന്നത്? എൽ ഷെല്ലാണെങ്കിൽ 2 ആണല്ലോ, 2 ആണ്. അപ്പൊ അതിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ടാവും? അതില് 2 സ്ക്വയർ ഉണ്ടാവും, അതായത് 4 ഓർബിറ്റൽസ് ഉണ്ടാവും. ഏതൊക്കെയാണ് 4 ഓർബിറ്റൽസ് വരുന്നത്? അതായത് നമ്മുടെ എസ് ഓർബിറ്റലും വരുന്നുണ്ട്, അതുപോലെ പി ഓർബിറ്റലും വരുന്നുണ്ട്. പിന്നെ നമുക്കറിയുന്ന കാര്യമാണ് ഈ പി ഓർബിറ്റൽ തന്നെ എത്ര ഉണ്ടാവും? 3 ഉണ്ടാവും. പി എക്സ് ഉണ്ടാവും, പി വൈ ഉണ്ടാവും, പി സെഡ് ഉണ്ടാവും. ആണല്ലോ അല്ലേ? നമ്മളിപ്പോ 2s അതുപോലെ 2p എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? 3 സബ്ഷെല്ലായിട്ട് അല്ലേ നമ്മൾ വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്ത് 4 ഓർബിറ്റൽസ് ആണ് ഏതിലുള്ളത്? എൽ ഷെല്ലിലുള്ളത്. അതുപോലെ ഇനി നിങ്ങൾക്ക് അതേപോലെ ഇനി എൻ ഷെല്ലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? അതിന് കറസ്പോണ്ടിങ് എൻ വാല്യൂ വെച്ചിട്ട് അതിന്റെ സ്ക്വയർ ചെയ്താൽ നമുക്ക് അവിടുത്തെ നമ്പർ ഓഫ് ഓർബിറ്റൽസ് കിട്ടും. ഇനി നിങ്ങൾക്കറിയാം, നമ്പർ ഓഫ് ഓർബിറ്റൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ഓർബിറ്റലിലും എത്രയാണ് ഇലക്ട്രോൺസ് ഉണ്ടാവുക? മാക്സിമം എത്രയേ പറ്റുള്ളൂ? 2 പറ്റുള്ളൂ അല്ലേ? 2 മാക്സിമം പറ്റുള്ളൂ. അപ്പോ ഇവിടെ എത്ര ഒരു ഷെല്ല് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഓർബിറ്റൽസ് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ പവർ വെച്ച് എൻ സ്ക്വയർ വെച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതിൽ ഓരോ ഷെല്ലിലും അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അതിന്റെ ഡബിൾ എടുത്താൽ പോരെ, 2n സ്ക്വയർ ചെയ്താൽ മതി. അതായത് കെ ഷെല്ലില് ജസ്റ്റ് എന്ത് ചെയ്യാ, 2 ഇലക്ട്രോൺസേ ഉണ്ടാവുള്ളൂ. അതുപോലെ എൽ ഷെല്ലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് 4 ഓർബിറ്റൽസ് ഉണ്ട്. അപ്പൊ ടോട്ടലി എൽ ഷെല്ലില് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ത് ചെയ്താൽ മതി? എൻ സ്ക്വയർ വെച്ച് ചെയ്താൽ മതി. അതുപോലെ എത്ര ഇലക്ട്രോൺസ് ആണ് അതിൽ പോസിബിൾ ആയിട്ടുള്ളത് ചോദിച്ചാൽ മാക്സിമം അതിൽ 2n സ്ക്വയർ ഇലക്ട്രോൺസ് ഓരോ ഷെല്ലിലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് എന്താ റിലേഷൻ ഒന്ന് അറിയാൻ വേണ്ടി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ഈ റിലേഷൻ ആവശ്യം വരും. അപ്പോൾ എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് അതിന്റെ ഇൻവേഴ്സ് ആണ്, അല്ലെങ്കിൽ ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ ആണ്. അതുപോലെ റേഡിയസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് അത് വരുന്നത് ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ. പിന്നെ വെലോസിറ്റി ആണെങ്കിൽ ഓർത്തു വെക്കുക, വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എൻ ആണ്. ഓക്കെ, പിന്നെ എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഓരോ എനർജി ഗ്യാപ്പ് എന്താ പറയാ ലെവൽസ് ഉണ്ടല്ലോ, അത് നമ്മൾ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അത് എന്നിന്റെ വാല്യൂ കൂടുന്തോറും എന്ത് ചെയ്യും? കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഓക്കെ, അത് നമുക്ക് പറയാൻ പറ്റും. എനർജി ഗ്യാപ്പ് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? റേഡിയസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഇൻവേഴ്സ് ആണ് വരുന്നത്. വെലോസിറ്റി ആവട്ടെ, എനർജി ആവട്ടെ, അതുപോലെ എനർജി ഗ്യാപ്പ് ആവട്ടെ, ഇതെല്ലാം ഇൻവേഴ്സ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ പവർ വരുന്നത് 1/n² വരുന്നതാണ് എനർജി കാണുമ്പോൾ. അപ്പൊ ഇതുവരെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു, ടേബിൾ ചെയ്തതാണ്. അതായത് ഇപ്പൊ നോക്കാം, എൻ്റെ 3 ആണെങ്കിൽ അത് ഏത് ഷെല്ലാണ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? n 3 ആണെങ്കിൽ എം ഷെല്ലാണ് അല്ലേ? അതിലെ ഓർബിറ്റൽസ് കണ്ടുപിടിക്കാൻ 3ന്റെ സ്ക്വയർ ചെയ്താൽ മതി. n സ്ക്വയർ ആണല്ലോ ഓർബിറ്റലിന്റെ നമ്പർ കിട്ടാൻ. അതായത് 9 ഓർബിറ്റൽ കാണപ്പെടുന്നു അല്ലെ? ഏതൊക്കെയാണ് 9 പറയുമ്പോൾ എസ് പി ഡി, അതായത് എസില് 1, പിയില് 3 ഓർബിറ്റൽ ഉണ്ടാവും, ഡിയില് 5 ഉണ്ടാവും. അങ്ങനെയാണ് എന്ത് മൊത്തം 9 ഓർബിറ്റൽ വന്നത്. ഓക്കെ, ഇനി അതിലെ ഇലക്ട്രോൺസ് എങ്ങനെ കാണാൻ പറ്റുക? ജസ്റ്റ് നമുക്കറിയുന്ന കാര്യമാണ്. ഓർബിറ്റൽസ് 9 ആണെങ്കിൽ ഓരോ ഓർബിറ്റലിലും 2 ഇലക്ട്രോൺസ് വീതമാണുള്ളത്. അതുകൊണ്ട് അതിന്റെ ഡബിള് 18 ഇലക്ട്രോൺസ് കാണാൻ പറ്റും. ഇനി ഫോർത്ത് ഷെല്ലാണെങ്കിൽ അല്ലെങ്കിൽ എന്നിന്റെ വാല്യൂ 4 ആണെങ്കിൽ അതെന്താണ്? എൻ ഷെല്ലാണ്. ഇനി എൻ ഷെല്ലാണെങ്കിൽ അവിടെ 16 ഓർബിറ്റൽസ് കാണാൻ പറ്റും, അതായത് SPDF. ഓക്കെ, ഇനി അതിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് അതിൽ കാണാൻ പറ്റും ചോദിച്ചാൽ 32 ഇലക്ട്രോൺസിനെ വരെ അതിൽ ഉൾക്കൊള്ളും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. വളരെ സിമ്പിൾ ആണ്. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് ജസ്റ്റ് ഓർത്ത് വെക്കുക. അത് വെച്ച് എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ളതും അതിന്റെ റിലേഷനും നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ വളരെ നല്ലതാണ്. അടുത്തതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ.
സ്മോൾ ലെറ്റർ എൽ ആണ്. ആ ഓർബിറ്റലിന്റെ ഷേപ്പ്, ഓക്കെ, ഒരു ഓർബിറ്റലിന്റെ ഷേപ്പ് കണ്ടുപിടിക്കാൻ എന്ത് വെച്ച് നമുക്ക് കഴിയും? അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ വെച്ച് കഴിയും. അതുപോലെ ഇത് എന്താണ് പറയുന്നത്? എല്ലിന്റെ വാല്യൂ വെച്ച് നമുക്ക് അതിന്റെ സബ്ഷെല്ല് പറയാൻ പറ്റും. അതായത് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ്, എസിലാണോ, പിയിലാണോ, ഡിയിലാണോ, എഫിലാണോ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയുന്നത് എല്ല് വെച്ചിട്ടാണ്. പിന്നെ ഇത് വരുന്നത് ഏതിൽ നിന്നാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷന്റെ ആംഗുലാർ പാർട്ടിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഇതൊക്കെ നിങ്ങൾക്ക് മേ ബി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാൽ മാറിപ്പോകരുത്, അതിനുവേണ്ടിയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പിന്നെ ഇതിന്റെ വേറെ പേരെന്താ? ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ അറിയുന്ന കാര്യമാണ്, അഥവാ അല്ലെങ്കിൽ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ എന്ന് പറയാറുണ്ട്. എന്തായാലും നമുക്ക് ഈ എല്ലിന്റെ പോസിബിൾ വാല്യൂസ് ഓർത്ത് വെക്കുക. അതായത് എന്നിന്റെ വാല്യൂ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ആണെങ്കിൽ നമുക്ക് എല്ലിന്റെ വാല്യൂ വരുന്നത് ചോദിച്ചാൽ 0 മുതൽ 0, 1, 2 മുതൽ n-1 വരെ പോസിബിൾ ഉള്ളൂ. ഓക്കെ, അതായത് ഒന്നുകൂടി പറയാം, എല്ലിന്റെ വാല്യൂ വരുന്നത് 0 മുതൽ n-1 വരെ മാത്രമേ വാല്യൂസ് പോസിബിൾ ഉള്ളൂ. അല്ലാതെ എന്നിനേക്കാൾ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനേക്കാൾ കൂടിയ വാല്യൂ ആർക്ക് വരില്ല? എല്ലിന് വരില്ല. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ഓക്കെ, എൽ ഈക്വൽ ടു 0 മുതൽ ഏതുവരെ വരും? n-1 വരെ വരും. ഓക്കെ, ഇനി അതിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോ എല്ല് 0 ആണെങ്കിൽ, അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഓർബിറ്റൽ ഉണ്ടാവും? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എന്ത്? ഈ ഇക്വേഷൻ 2l+1. നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് ഓർബിറ്റൽസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് 2l+1. ഓക്കെ, അതായത് നോക്കാം, എല്ല് ഞാൻ 0 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത്? ഒരു ഓർബിറ്റലാണ് ഉണ്ടാവുക. പിന്നെ ഈ എല്ലുകൾ 0 പറഞ്ഞാൽ അത് എന്തിനു കറസ്പോണ്ടിങ് ആണ്? അത് നമ്മുടെ എസ് സബ്ഷെല്ലല്ലേ. ഇനി എൽ ഈക്വൽ ടു 1 ആണെങ്കിൽ അത് ഏതാണ്? പി അല്ലേ. നമുക്കറിയാം പി എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? 3 ഓർബിറ്റൽ ഉണ്ട്. അത് നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിച്ചൂടെ? 2l+1 വെച്ച് കണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയി നോക്കാം. അതായത് എല്ലിന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടുന്നുണ്ട്. ഇനി എഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ എൽ വാല്യൂ എത്ര വരുന്നത്? എൽ വാല്യൂ 3 ആണ് വരുന്നത് അല്ലേ? യെസ്. ഇനി അതിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 7 ആണ് വരുന്നത്. അതെങ്ങനെ കിട്ടിയത്? 2 × 3 + 1, അതായത് 7 ആണെന്ത്? അതിലെ ഓർബിറ്റൽസിന്റെ എണ്ണം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് അതിലെ ഓരോ ഓർബിറ്റൽസ് നമുക്ക് എന്ത് ചെയ്യാം? എല്ലിന്റെ വാല്യൂ വെച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. പിന്നെ അതേത് സബ്ഷെല്ലാന്നും എല്ല് വെച്ച് കണ്ടുപിടിക്കാം. അപ്പൊ ഇനി ഇതെന്ത്? ഓരോന്നിന്റെ ഷേപ്പാണ് ഇനി പറയുന്നത്. ഫസ്റ്റ്, എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് ഏത് സബ്ഷെല്ലായിരിക്കും? എസ് സബ്ഷെല്ലായിരിക്കും. അതിന്റെ ഷേപ്പ് വരുന്നത് സ്ഫെറിക്കൽ ഷേപ്പാണ് അല്ലേ? എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് എന്താണ്? സ്ഫെറിക്കൽ ഷേപ്പ് ആണെന്ത്? എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് വരുന്നത്. അതിലാകെ ഒരു ഓർബിറ്റൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി പി ഓർബിറ്റൽ ആണെങ്കിലോ? അതിന്റെ ഷേപ്പ് ഡംബൽ ഷേപ്പ് ആണ്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം? പി എക്സ് വരാം, പി വൈ വരാം, പി ഇസഡ് വരാം. കാരണം എന്താ? 3 ഓർബിറ്റൽസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഡി ഓർബിറ്റലിന് കറസ്പോണ്ടിങ് എൽ വാല്യൂ എത്ര വരുന്നത്? 2 ആണ്. അതിന്റെ ഇത് വരുന്നത് എന്താണ്? അത് ഒന്നെങ്കിൽ ഡംബൽ ഷേപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്ലോവർ ലീഫ് ഷേപ്പ് എന്ന് പറയാം. അതിൽ ഓർബിറ്റൽസിന്റെ എണ്ണം വരുന്നത് എത്ര എണ്ണമാണ്? 5 എണ്ണം വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഷേപ്പ്, അതിന്റെ ഇമേജ് കാണാൻ പറ്റും. എന്തായാലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 2 ഡംബൽ വരുന്ന ഷേപ്പ് ആണ് എന്ത് നമ്മുടെ ഡി ഓർബിറ്റലിനുള്ളത്. ഇപ്പൊ ഈ 5 എണ്ണത്തിനും എന്ത് കറസ്പോണ്ട് ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡി എക്സ് വൈ, ഡി വൈ സെഡ്, അല്ലെങ്കിൽ അങ്ങനെ 5 ടൈപ്പ് വരുന്നുണ്ട്. നമുക്ക് എന്താ അതിന്റെ ഇമേജ് വരുന്നുണ്ട്, അത് വെച്ച് നോക്കാം. ഓക്കെ, പിന്നെ എഫിന്റെ ഒക്കെ ഷേപ്പ് പറയുമ്പോൾ മൾട്ടി കോംപ്ലക്സ് ഷേപ്പ് ആണ്. അതുകൊണ്ട് നമുക്ക് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. അതായത് ചുരുക്കി പറഞ്ഞാൽ എൽ വാല്യൂ വെച്ച് അല്ലെങ്കിൽ അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ വെച്ച് നമുക്ക് സബ്ഷെല്ലും അറിയാം, അതുപോലെ ഷേപ്പ് ഓഫ് ഓർബിറ്റലും വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി അടുത്ത എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഷേപ്പ് ഓഫ് ഓർബിറ്റൽ അറിയാം. അടുത്തത് എല്ലിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ ഇത് വെച്ച് മേ ബി പ്രോബ്ലം ചോദിക്കാം. ഓക്കെ, അപ്പൊ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് എൽ ഈക്വൽ ടു √L × L+1 h/2π, അല്ലെങ്കിൽ h/2π വരെ നമുക്ക് എന്താ h കട്ട് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ h ക്രോസ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ L ഈക്വൽ ടു √L × L+1
എച്ച് ക്രോസ് അല്ലെങ്കിൽ h/2π ആണ് അവിടുത്തെ ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം വരുന്നത്. ഓക്കെ, അതായത് ഒരു പി ഓർബിറ്റിലാണെങ്കിൽ പി ഓർബിറ്റലിലെ ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പിയില് എല്ലിന്റെ വാല്യൂ എത്ര വരുന്നത്? എല്ലിന്റെ വാല്യൂ പറയൂ, 1 അല്ലേ? 1 ആണ്. യെസ്, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ വെച്ച് ക്യാപിറ്റലിൽ കണ്ടുപിടിക്കാം. ആംഗുലർ മൊമെന്റം L is equal to 1 into 1 plus 1, അതായത് 2 ആണ് വരിക അല്ലേ? 2 പിന്നെ h/2π. ഓക്കെ, അപ്പൊ √2 h/2π ആണെന്ത് നമ്മുടെ പി സബ്ഷെല്ലിലെ ആംഗുലർ മൊമെന്റം വരുന്നത്. അങ്ങനെ ഡിയിലെ കണ്ടുപിടിക്കാൻ ഏത് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ആകെ എന്തറിഞ്ഞാൽ മതി? എല്ലിന്റെ വാല്യൂ അറിഞ്ഞാൽ മതി. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ എനർജി ലെവൽസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അതായത് 1s കഴിഞ്ഞ അടുത്തത് 2s വരുന്നു, അല്ലെങ്കിൽ 3s വന്നു. അപ്പൊ ഇങ്ങനെ ഇത് എന്താ പറയാ, ഇതിന്റെ അറേഞ്ച്മെന്റ് വരുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് n+l റൂൾ ഉണ്ട്. അതായത് n+lന്റെ വാല്യൂ എന്നും എല്ലും ഇതിന്റെ സമ്മിന്റെ വാല്യൂ ചെറുതാണ് എങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, അവിടെ ലോവർ എനർജി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അടുത്തത് ഇനി L+lന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ എന്താണ് ഹയസ്റ്റ് എനർജി ഉള്ള സ്റ്റേറ്റ് ആണ്, എന്ത് ലെവലാണ് n+l ഈക്വൽ ടു ഹയർ വരുമ്പോൾ. ഓക്കെ അല്ലേ? ഇനി ചില സമയത്ത് എന്ത് ചെയ്യും, n+lന്റെ വാല്യൂ സെയിം ആയിട്ട് വരും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇതിൽ ലോവസ്റ്റ് എനർജി വരുന്നത് ഏതിലായിരിക്കും? അത് എന്നിന്റെ വാല്യൂ ചെറുതാകുന്ന കേസിലാണെന്ത് നമുക്ക് ലോവസ്റ്റ് എനർജി ഉള്ള ലെവല് കിട്ടുക. ഓക്കെ, അതെന്തായാലും നമ്മൾ ഇനി വരുന്നുണ്ട്, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇതിന്റെ ജസ്റ്റ് ആപ്ലിക്കേഷൻസാ പറഞ്ഞത്. എല്ല് വെച്ചിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, ഒന്ന് ഷേപ്പ് ഓർബിറ്റിൽ കണ്ടുപിടിക്കാം, ദെൻ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് L equal to √L into L+1 h/2π. പിന്നെ നമുക്ക് n+l റൂൾ വെച്ചിട്ട് ഓരോ എനർജി ലെവൽസ് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ ഓർബിറ്റൽസിന്റെ എനർജി ഇൻക്രീസിങ് ഓർഡറും ഡിക്രീസിങ് ഓർഡറും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഷേപ്പുകൾ, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇത് നമ്മുടെ എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് ആണ് എന്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് സ്ഫെറിക്കൽ ഷേപ്പ് ആണ്. ഓക്കെ, അടുത്തത് ഈ 3 ഏതാണ്? നമ്മുടെ പി ഓർബിറ്റലിന്റെ ഷേപ്പ് ആണ്, നമ്മുടെ ഡംബൽ ഷേപ്പ്. ഓക്കെ, അത് വരക്കാൻ ബുദ്ധിമുട്ടില്ല. അതിപ്പോ PZ പറയുമ്പോൾ ഏതാണ്, ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ Z ആക്സിസിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരച്ചാൽ എന്തായി? PZ ആയി. ഇനി നമ്മൾ എക്സ് ആക്സിൽ കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഡംബൽ ഷേപ്പ് വരക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? PX ആയിരിക്കും. പിന്നെ അതുപോലെ PY എന്ന് പറഞ്ഞാൽ അത് Y ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ആണ് എന്ത് നമ്മുടെ ഡംബൽ ഷേപ്പ് വരക്കുന്നതെങ്കിൽ നമുക്ക് പി ഓർബിറ്റലിന്റെ ഷേപ്പ് കിട്ടും, PYന്റെ ഓർബിറ്റ് ഷേപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ പറഞ്ഞത്? എസ് ഓർബിറ്റൽ ആണെങ്കിൽ എന്ത് ഒറ്റ ഷേപ്പ് മാത്രമേ ഉള്ളൂ, അത് സ്ഫെറിക്കൽ ആണ്. അതുപോലെ പി ഓർബിറ്റൽ ആണെങ്കിൽ എന്ത് നമുക്ക് PX ഉണ്ട്, PY ഉണ്ട്, PZ ഉണ്ട്. ഓക്കെ, അപ്പൊ PX എന്ന് പറഞ്ഞാൽ അതിന്റെ ഓറിയന്റേഷൻ ആയിരിക്കും, അത് എക്സ് ആക്സിലൂടെ ആയിരിക്കും അതിന്റെ ഓറിയന്റേഷൻ ഉണ്ടാവുക. PY എന്ന് പറഞ്ഞാൽ Y ആക്സിസ്, PZ എന്ന് പറഞ്ഞാൽ Z ആക്സിലായിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമുക്ക് നോക്കേണ്ടത്, പിന്നെ നമ്മൾ പറഞ്ഞു ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം അല്ലെങ്കിൽ ഇലക്ട്രോണെ കാണപ്പെടാൻ ചാൻസ് ഉള്ള ഏരിയ അല്ലെങ്കിൽ ആ റീജിയൻ ആണല്ലോ നമ്മൾ എന്ത് പറഞ്ഞത്, നമ്മൾ ഓർബിറ്റൽ എന്ന് പറഞ്ഞത്. ഇനി ഇലക്ട്രോണിന്റെ സാധ്യത അല്ലെങ്കിൽ സൈ² വാല്യൂ 0 വരികയാണ്. ഓക്കെ, പ്രോബിലിറ്റി ഡെൻസിറ്റി 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രോൺ കാണപ്പെടാൻ ചാൻസ് നെഗ്ലിജിബിൾ ആണെങ്കിൽ ആ റീജിയനെ വിളിക്കുന്ന പേരാണ് എന്ത്? നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണ് അവിടെ എന്ത് ഒരിക്കലും കാണപ്പെടില്ല. ഓക്കെ, ആ റീജിയൻ ആണ് നോഡ് എന്ന് പറയുന്നത്. ഇനി നോഡ് തന്നെ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് റേഡിയൽ നോഡ് ഉണ്ട്, റേഡിയൽ നോഡ്, അതുപോലെ ആംഗുലാർ നോഡ് അല്ലെങ്കിൽ പ്ലെയിനാർ നോഡ് എന്ന് പറയും, ആംഗുലാർ നോഡ്. ഓക്കെ, ഇതില് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നോഡുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇതിപ്പോ എന്റെ 2p ഓർബിറ്റിലാണല്ലോ. ഓക്കെ, ഇവിടെ ഈ നോഡ് ഏതാ കാണാൻ പറ്റുക? യെസ്, ഇവിടെ ഈ ഒരു ഈ ലൈൻ ഉണ്ടല്ലോ, ഈ റീജിയൻ. ഇവിടെ എന്താണ്, അല്ലെങ്കിൽ ഈ പ്ലെയിൻ ആയിട്ട് വരക്കുമ്പം ഈ റീജിയനിൽ നമുക്ക് എന്തില്ല, ഇലക്ട്രോണ് ഒരിക്കലും അവിടെ കാണപ്പെടില്ല. ഇലക്ട്രോൺ എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ റീജിയനിൽ മാത്രമേ കാണപ്പെടുള്ളൂ. ഓക്കെ, അപ്പോ ഇതെന്താണ്? ഇത് ഒരു ആംഗുലർ നോഡാണ്. അതുപോലെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക, ഈ 2px നോക്കൂ, ഇത് കണ്ടോ? ഇതെന്താണ്? ഈ ഒരു പ്ലെയിനില് ഇലക്ട്രോണ് കാണപ്പെടില്ല. അതുപോലെ ഈ പ്ലെയിനിലും ഇലക്ട്രോണിനെ കാണപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെ മാത്രമേ കാണപ്പെടുള്ളൂ. പി ഓർബിറ്റിലാണെങ്കിൽ ഈ ഡംബിൾ ഷേപ്പിന്റെ റീജിയനിൽ മാത്രമേ കാണപ്പെടുള്ളൂ.
ഓക്കെ അല്ലേ? ഇനി ഒരു എസ് ഓർബിറ്റിലാണെങ്കിൽ അവിടെ എന്താ വരിക? അവിടെ റേഡിയൽ നോഡ് മാത്രമേ കാണപ്പെടുള്ളൂ. അവിടെ അതായത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക, എസ് ഓർബിറ്റിലാണെങ്കിൽ എസ് ഓർബിറ്റലിന് എന്തില്ല, അതിന് നമുക്ക് റേഡിയൽ നോഡ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന് ആംഗുലർ നോഡ് വരുന്നില്ല. ഇനി ഇതിന്റെ റിലേഷൻ വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് ഏത് ഷെൽ എന്താ പറയാ ഷെല്ലാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ അവിടുത്തെ റേഡിയൽ നോഡും അതുപോലെ അവിടുത്തെ ആംഗുലർ നോഡിന്റെ എണ്ണവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ ചോദിച്ചാല്, അതായത് ആംഗുലാർ നോഡ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ആംഗുലർ നോഡ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എല്ലിന്റെ വാല്യൂ തന്നെ ആയിരിക്കും എന്ത് വരിക, അവിടുത്തെ അസിമ്യൂത്തൽ കോൺ നമ്പറിന്റെ വാല്യൂ എത്രയാണോ അത് തന്നെ ആയിരിക്കും അവിടുത്തെ ആംഗുലാർ നോഡിന്റെ എണ്ണം വരുന്നത്. ഓക്കെ, അതായത് ഒരു പി ഓർബിറ്റിലാണ് വെച്ചോ, അല്ലെങ്കിൽ സപ്പോസ് ഞാൻ പറയാണ് ഇപ്പൊ 3p ആണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഓക്കെ, 3p ആണെങ്കിൽ 3p ഓർബിറ്റലിലെ ആംഗുലർ അല്ലെങ്കിൽ ആംഗുലർ നോഡ് എത്ര ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പി എന്ന് പറയുമ്പോൾ അതിന്റെ ആ എൽ വാല്യൂ മാത്രം കൺസിഡർ ചെയ്താൽ മതി. പി അറിയുമ്പോൾ എത്ര അതിന്റെ എൽ വാല്യൂ വരുന്നത് 1 അല്ലേ? അപ്പൊ ഒരു 3p എത്ര ആംഗുലർ നോഡ് ഉണ്ട്? ഒരു ആംഗുലർ നോഡ് ഉണ്ട്. ഇനി 3p ഓർബിറ്റലില് എത്ര റേഡിയൽ നോഡ് ഉണ്ട് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാല് എന്താ ചെയ്താൽ മതി, അതായത് ടോട്ടൽ നോഡുകളുടെ എണ്ണം എത്ര വരുന്നത്, ടോട്ടലി n-1 ആണ്. ടോട്ടൽ നോഡുകൾ n-1 ആണ്. അതിൽ തന്നെ ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്ത് വരും, റേഡിയൽ നോഡും വരും അതുപോലെ ആംഗുലാർ നോഡും വരും. ഓക്കെ, അപ്പോൾ ആംഗുലാർ നോഡിന്റെ എണ്ണം എന്താ, L ആണല്ലോ. അപ്പൊ ടോട്ടൽ അല്ലെങ്കിൽ റേഡിയൽ നോഡ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, n-1 നിന്ന് എന്ത് കുറച്ചാൽ മതി, L കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ n-1 മൈനസ് L ആണ് എന്ത്, റേഡിയൽ നോഡിന്റെ ഇക്വേഷൻ. ഒന്നുകൂടി പറയാം, റേഡിയൽ നോഡ് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ വരുന്നത് n-1 മൈനസ് L ആണ്. അതുപോലെ ആംഗുലാർ നോഡിന്റെ ഇക്വേഷൻ വരുന്നത് ജസ്റ്റ് എന്ത് ഇതാണ്, ജസ്റ്റ് L വാല്യൂ തന്നെയാണ് ആംഗുലാർ നോഡ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എസിന് എന്തില്ല, ആംഗുലാർ നോഡ് ഇല്ല. കാരണം എന്താ, എസിന്റെ L വാല്യൂ എത്രയാണ്, 0 ആണ്. അതുകൊണ്ടാണ് എന്ത് നമുക്ക് അവിടെ ആംഗുലാർ നോഡ് എസിന് കിട്ടാഞ്ഞത്. ഇനി നമുക്ക് പറയാം, സപ്പോസ് ഇപ്പൊ എന്ത് 3D ഓർബിറ്റിലാണെങ്കിൽ 3D ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആംഗുലർ നോഡ് എത്ര വരിക, D ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ എത്ര വരിക, L2 ആണ്. അപ്പൊ അതില് 2 ആംഗുലാർ നോഡ് ഉണ്ട് ഡിയില്. ഓക്കെ, ഇനി അതിൽ എത്ര റേഡിയൽ നോഡ് ഉണ്ട്, റേഡിയൽ നോഡ് എത്ര ഉണ്ട് ചോദിച്ചാൽ ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് n ഇവിടെ 3 ആണല്ലോ, അപ്പൊ 3 - 1 പറഞ്ഞാൽ 2, 2 - 2 ചെയ്താൽ എത്ര വരും, 2 - 2 ചെയ്താൽ 0 വരും. അതായത് അതില് റേഡിയൽ നോഡ് എത്രയേ ഉള്ളൂ, റേഡിയൽ നോഡ് 0 ആണ് 3Dയില്. ഓക്കെ, ഇനി അവിടുത്തെ ടോട്ടൽ നോഡുകൾ എണ്ണം എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് സം ചെയ്താൽ മതി. എത്ര വരിക, ഒന്നെങ്കിൽ n-1 വെച്ചാണ് ചെയ്യാം. n-1 പറഞ്ഞാൽ 2 ആണ് വരുന്നത്, ശരിയല്ലേ? അതായത് നമുക്ക് 2 എന്ന് പറയുമ്പോൾ ആംഗുലർ നോഡ് 2ഉം പിന്നെ ഒരു 0 റേഡിയൽ നോഡും ആണെന്ത് നമ്മൾ 3Dയിൽ വരുന്നത്. അതിന് 4D ആകുമ്പോൾ വ്യത്യാസപ്പെടും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചാൽ നോഡുകളുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ടോട്ടൽ നോഡുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ജസ്റ്റ് n-1 ചെയ്താൽ മതി. അതിൽ ആംഗുലർ നോഡാണ് ചോദിച്ചതെങ്കിൽ ജസ്റ്റ് L വാല്യൂ മാത്രം നോക്കിയാൽ മതി, അതായിരിക്കും അതിന്റെ ആംഗുലർ നോഡ്. അതുപോലെ റേഡിയൽ നോഡ് എന്ന് പറഞ്ഞാൽ എന്ത്, ഒന്നെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കുക, അതിൽ നിന്ന് ആംഗുലർ നോഡ് കുറച്ചാൽ മതി. അതായത് n-1 മൈനസ് L ഇത് ചെയ്താൽ നമുക്ക് റേഡിയൽ നോഡ് കിട്ടും. അപ്പൊ ഏത് ഓർബിറ്റിൽ ചോദിച്ചാലും നിങ്ങൾക്ക് അതിന്റെ നോഡുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ അറിയണം. ഓക്കെ അല്ലേ? അങ്ങനെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ നോക്കുക, റേഡിയൽ നോഡ് പറഞ്ഞാല് ജസ്റ്റ് ഇങ്ങനെ ഈ രീതിയിലായിരിക്കും അതിന്റെ നോഡുകളുടെ രൂപം വരിക. ഓക്കെ, സ്പെറിക്കലായിട്ടായിരിക്കും വരിക. ഓക്കെ ആണല്ലോ? അപ്പം ഞാൻ പറയുകയാണെന്ന് ഇപ്പൊ ഈ റീജിയൻ ഇങ്ങനെ വരച്ചു ഉണ്ടെങ്കിൽ ഈ റീജിയനിൽ എന്ത് ചെയ്യില്ല, ഇലക്ട്രോൺ കാണപ്പെടില്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഇപ്പൊ നമ്മൾ എസും പിന്റെയും ഷേപ്പാണ് പറഞ്ഞത്. അടുത്തത് ഡി ഓർബിറ്റലിന്റെ ഷേപ്പ്. ഡി ഓർബിറ്റലില് 5 ഓർബിറ്റലുകൾ വരുന്നുണ്ടല്ലോ, ഏതൊക്കെയാണ്? ഒന്ന് DXY വരുന്നുണ്ട്, പിന്നെ DYZ വരുന്നുണ്ട്, DXZ വരുന്നുണ്ട്, പിന്നെ DX²Y²ഉം അതുപോലെ DZ²ഉം. ഇങ്ങനെ 5 രീതിയിലായിരിക്കും എന്ത് നമ്മുടെ ഇതിന്റെ അറേഞ്ച്മെന്റ് കിടക്കുന്നത് ഡി ഓർബിറ്റലിന്റെ. അപ്പൊ ഈ ഷേപ്പുകൾ ഓരോന്ന് നോക്കാം. അതില് DXYയും XZ അതുപോലെ YZ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരക്കാൻ ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നോക്കുക, ഒരു ആംഗിള് നമ്മളൊരു ആക്സ് വരച്ചിട്ട് ഇങ്ങനെ ഡംബിൾ ഷേപ്പ്
ഇടയിലായിട്ട് വരക്കുക. ഇനി ഇതിപ്പം ഡി എക്സ് സെഡ് ആണ് എനിക്ക് വരക്കേണ്ടതെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഡി എക്സ് സെഡ് ആണെങ്കിൽ നമ്മുടെ ആക്സിസിന് ഒന്ന് എക്സും മറ്റേ ഇസഡും കൊടുത്താൽ മതി. ഞാനിപ്പോ ഈ ആക്സിസ് ഞാൻ മാറ്റുകയാണ്. ഇനി ഇതിന് പകരമായിട്ട് ഞാൻ എന്ത് കൊടുക്കുക, എനിക്ക് ഡി വൈ ഇസഡ് ആണ് വേണ്ടത്. ഡി വൈ ഇസഡ് വേണമെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം, ജസ്റ്റ് ഈ ആക്സിസിന്റെ പേര് മാറ്റിയാൽ മതി. വൈ ഇസഡ് ആണെങ്കിൽ ഇവിടെ വൈ കൊടുക്കുക, ഇവിടെ ഇസഡ് കൊടുക്കുക. ഇനി എനിക്ക് ഇതല്ല ഡി എക്സ് വൈ ആണ് വേണ്ടതെങ്കിൽ ഇവിടെ എക്സ് കൊടുക്കുക, ഇവിടെ വൈ കൊടുക്കുക. അപ്പൊ നമുക്ക് അങ്ങനെ 3 ഷേപ്പുകൾ കിട്ടും. ഇനി അടുത്തത് ഡി എക്സ് സ്ക്വയറും ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറും അതുപോലെ ഡി ഇസഡ് സ്ക്വയറും വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ വരക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ വരച്ചത് എങ്ങനെയായിരുന്നു, ഇതിന്റെ ഇടയിലായിരുന്നു നമ്മൾ വരച്ചത്. ഇനി ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറും ഡി ഇസഡ് സ്ക്വയർ വരക്കുമ്പോൾ അത് ആക്സിസിലൂടെയാണ് വരക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടും അത് ഏത് ആക്സിലൂടെയൊക്കെ ഉണ്ടാവുക, അത് എക്സിന്റെയും വൈ ആക്സിലൂടെ ഉണ്ടാവുക. അതിൽ തന്നെ നമ്മൾ ഇവിടെ കറക്റ്റ് ആക്സിലൂടെ ആണെന്ത് നമ്മുടെ രണ്ട് ഡമ്പിൾ വരക്കേണ്ടത്. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ കിട്ടി. അതുപോലെ ഡി ഇസഡ് സ്ക്വയർ ആണെങ്കിൽ ഇതിന്റെ ഷേപ്പ് ഒന്നുകൂടി ഡിഫറെന്റ് ആണ്. അതായത് ഇത് ബാക്കി നേരത്തെ പറഞ്ഞ എക്സ് സെഡ് വൈ എക്സ് വൈ അതുപോലെ വൈ ഇസഡ് 3 ഒരേ ഷേപ്പ് ആയിരുന്നു വന്നതെങ്കിൽ ഈ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറും അതുപോലെ ഡി ഇസഡ് സ്ക്വയർ എന്താണ് ഷേപ്പ് ചെറിയ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടതിന് മനസ്സിലാവും. ഇവിടെ ഡി ഇസഡ് സ്ക്വയറിന്റെ ഷേപ്പ് തന്നെ വരുന്നത് അത് ജസ്റ്റ് ഇസഡ് ആക്സിലാണെന്ത് നമ്മുടെ ഇതിന്റെ ആ ഓറിയന്റേഷൻ വരുന്നത്. അതായത് ആദ്യം ഡമ്പൽ ഇങ്ങനെ വരക്കുക, പിന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ വരക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡി ഇസഡ് സ്ക്വയറിന്റെ രൂപം വരുന്നത്. കാരണം ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ ഷേപ്പുകൾ ഏതൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഈ 5 ഡി ഷെല്ല് സബ് ഷെല്ല് അല്ലെങ്കിൽ ഡി ഓർബിറ്റൽസിൽ ഏതൊക്കെയാണ് സെയിം ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരേ ഷേപ്പ് വരുന്ന ഏതാണ്, അല്ലെങ്കിൽ ആക്സിലൂടെ വരുന്നത് ഏതാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ആക്സിലൂടെ വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ, ഒന്ന് ഡി എക്സ് സ്ക്വയറും വൈ സ്ക്വയറും അതുപോലെ ഡി ഇസഡ് സ്ക്വയർ ആണ് എന്ത് കറക്റ്റ് ആക്സിലൂടെ വരുന്നത്. ബാക്കി 3 എന്തായിരുന്നു ആക്സിലല്ല. ഓക്കെ അല്ലേ? പിന്നെ ഈ 3 ഷേപ്പ് എന്താണ് വരുന്നത്, സെയിം ഷേപ്പ് ആണ്. അതേസമയം ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറിന്റെ ഷേപ്പും ഡി ഇസഡ് സ്ക്വയറിന്റെ ഷേപ്പ് എന്താണ് ഡിഫറെന്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാ പിന്നെ നോക്കുക, ഇനിയിപ്പോ 3D 5D 6D ഏത് ആണെങ്കിലും നമുക്ക് ഡിന്റെ ഒരു കോമൺ ഷേപ്പ് തന്നെ എന്താണ്, ഇത് തന്നെയാണ് ഷേപ്പ് വരുന്നത്. പിന്നെ ഹയർ ഇതിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും, നോഡുകളുടെ എണ്ണം വ്യത്യാസപ്പെടും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ നോഡുകൾ ഏതൊക്കെയാണ് വരുന്നത്, ഇവിടെ 3D നമ്മൾ നേരത്തെ പറഞ്ഞു 3D N3 ആകുമ്പോൾ നോഡുകളുടെ എണ്ണം എത്ര വരുന്നുള്ളൂ, 2 വരുന്നത്. അതായത് ഇവിടെ 2 ആംഗുലർ നോഡാണ് എന്ത് 3D വരുന്നത്. ഇത് 3Dന്റെ ഷേപ്പാണ് തന്നിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ ഏതൊക്കെയാണ് നോഡുകൾ വരുന്നത്, ഒന്ന് ഇങ്ങോട്ട് ഇതാ ഈ റീജിയനിൽ ഈ പ്ലെയിനിൽ എന്താണ്, ഈ പ്ലെയിനിൽ ഇലക്ട്രോൺ കാണപ്പെടില്ല. അതുപോലെ ഈ പ്ലെയിനിൽ നമുക്ക് എന്ത് കാണപ്പെടില്ല, ഇലക്ട്രോൺസിനെ കാണപ്പെടില്ല. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ കാണപ്പെടുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതാ ഈ സ്പേസിലാണെന്ത് ഇലക്ട്രോണ് കാണപ്പെടുക. ഓക്കെ, അപ്പൊ ഇതാണെന്ത് നമ്മുടെ ആംഗുലർ നോഡ് 2 വരുന്നുണ്ട് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ ഏതിലും നമുക്ക് എന്ത് ചെയ്യാം നോക്കിയാൽ മനസ്സിലാവും 2 ആംഗുലർ നോഡാണ് വരുന്നത്. അതേസമയം ഇവിടെ റേഡിയൽ നോഡ് വരുന്നില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. റേഡിയന്റെ കേസ് ആണ് റേഡിയൽ നോഡ് ഇല്ല എന്ന് പറഞ്ഞത്. ഇനി അടുത്തതാണ് നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അതിന്റെ സിമ്പല് എം എന്ന് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ML എന്ന് പറയാറുണ്ട്. ഓക്കെ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഇത് ഡിറ്റർമിൻ ചെയ്യുന്ന എന്താണ്, യെസ് ആ ഓർബിറ്റലിന്റെ ഓറിയന്റേഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ഓർബിറ്റലിന്റെ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ യൂസ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എവിടുന്ന വന്നത്, ഇറ്റ് അറൈസസ് ഫ്രം സൊല്യൂഷൻ ഓഫ് ദ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. അതിൽ നിന്ന് തന്നെ നമ്മുടെ അസിമ്യൂത്തൽ പാർട്ടിൽ നിന്നാണ് എന്ത് നമുക്ക് ഈ ML എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ കൺസെപ്റ്റ് വരുന്നത്. ഇനി ഇതിന്റെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ് വരുന്നത്, അതായത് നമ്മുടെ അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ L ആണ് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഓറിയന്റേഷൻസ് അല്ലെങ്കിൽ ML വാല്യൂസ് വരുന്നത് ഏതൊക്കെയാണ്, -L മുതൽ +L വരെയാണ് നമ്മുടെ ഏതിന്റെ വാല്യൂ, നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ Lന്റെ വാല്യൂ സപ്പോസ് 2 ആണ് വിചാരിച്ചോളൂ. L 2 ആണെങ്കിൽ അതെന്താണ് നമ്മുടെ ഡി ഓർബിറ്റിലാണല്ലോ, ഡി സബ്ഷെല്ലാണ്. ഓക്കെ, അപ്പൊ അതിന് പോസിബിൾ ML വാല്യൂസ് ഏതൊക്കെ വരിക, നമുക്കറിയാം -L മുതൽ +L വരെയാണ്. അതായത് -2 -1 0 1 2. ഓക്കെ, അപ്പൊ ഇത്രയും അതായത് നോക്കുകയാണെങ്കിൽ L 2 ആണെങ്കിൽ അതിൽ എത്ര ML വാല്യൂസ് ഉണ്ട്, അതിൽ 2 ആണെങ്കിൽ 5 ML വാല്യൂസ് ഉണ്ട്. ഓക്കെ അല്ലേ?
അപ്പോ നമുക്കിത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എം എല്ലിന്റെ പോസിബിൾ വാല്യൂസ് എത്ര ഉണ്ട് നോക്കാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞ 2l+1 വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. എം എല്ലിന്റെ പോസിബിൾ വാല്യൂസ് വരുന്ന എത്രയാണ്? 2l+1 പോസിബിൾ വാല്യൂസ് ആണ് അല്ലെ. ഇതിൽ ഓരോ എം എല്ലും ശരിക്കും എന്താണ്, ഓരോ ഓർബിറ്റിലാണ് പറയുന്നത് അല്ലെ. നമുക്കറിയാലോ പി ആണെങ്കിൽ പിയിൽ 3 ഓർബിറ്റൽ ഉണ്ട്. അതില് ഏതൊക്കെയാ വരാ? ഒന്ന് എന്താ പറയാ px, ഒന്ന് py, ഒന്ന് pz. ഓക്കെ അല്ലേ. അതിൽ തന്നെ നമുക്ക് നോക്കാം. എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ അതിന്റെ എം എൽ വാല്യൂസ് ഏതൊക്കെ വരുന്നത്? -1, 0, +1. ഓക്കെ, അപ്പൊ ഒന്ന് എന്തായിരിക്കും? ഒന്ന് px ആയിരിക്കും, ഒന്ന് py ആയിരിക്കും, ഒന്ന് pz ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പൊ ഓരോ 3 ഓർബിറ്റിലാണ് പിയിലുള്ളത്. ആ 3 എന്ത് എം എൽ വാല്യൂ വെച്ച് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഇവിടെ ബ്രീഫായി കൊടുത്തിട്ടുണ്ട്. L 0 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് സബ് ഷെല്ല് S ആണ് വരിക. അതിന്റെ എം എൽ വാല്യൂ പറഞ്ഞാൽ പിന്നെ നമുക്ക് -0 to +0 പറഞ്ഞ വാല്യൂ ഒന്നും ഇല്ല, ഒറ്റ വാല്യൂ തന്നെ ഉള്ളൂ, 0. ഓക്കെ. അടുത്തത് നമ്മുടെ എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ അതെന്താണ്? സബ് ഷെല്ല് P ആണ്. പോസിബിൾ വാല്യൂസ് -1, 0, +1. ഇനി L 3 ആണെങ്കിൽ അത് ഏത് സബ് ഷെല്ലാണ്? F ആണ്. ഓക്കെ. അതിന്റെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെ വരിക? -3 മുതൽ +3 വരെ. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ 2l+1 എം എൽ വാല്യൂസ് ഉണ്ട്. ടോട്ടൽ നോക്കിയാൽ എത്ര ഉണ്ട്? 7 അല്ലേ. 7 ഓർബിറ്റൽസ് അല്ലെങ്കിൽ 7 പോസിബിൾ എം എൽ വാല്യൂസ് ഇവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഈ ഓർബിറ്റൽസിന്റെ ഷേപ്പ് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ഓറിയന്റേഷൻ ഏത് തരത്തിലുണ്ടെന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തു എന്നുള്ളൂ. നമ്മുടെ എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ എം എല്ലിന്റെ വാല്യൂ -1, 0, +1. ഓക്കെ, അത് ഏതൊക്കെയാണെന്നുള്ളത് നേരത്തെ പറഞ്ഞാണ്. ഇനി അടുത്തത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറയാണ്. അതായത് ഇപ്പൊ ഒരു ഇലക്ട്രോൺ, ഇപ്പൊ 3p സബ്ഷെൽ ഇലക്ട്രോൺ, അതിന്റെ എൻ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? എൻ എന്നുള്ള ജസ്റ്റ് എന്താ ചെയ്താൽ മതി, ഈ 3 ആണല്ലോ വരിക, n = 3. ഇനി 4p ആണെങ്കിൽ n വാല്യൂ 4 ആയിരിക്കും വരിക. ഇനി L എന്താണ് വരിക? L p ആണെങ്കിൽ നമുക്കറിയാം L ന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഇനി എം എൽ എന്താണ് വരിക? എം എൽ എന്ന് പറഞ്ഞാൽ -L മുതൽ +L വരെ, -1, 0, +1. ഓക്കെ അല്ലേ. അപ്പൊ ഈ ഓരോന്നും എന്തായിരിക്കും? ഇത് 3p ആയതുകൊണ്ട് ഈ ഓരോന്നും ഒന്ന് 3px ആയിരിക്കും, ഒന്ന് 3py, ദെൻ 3pz. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഏതും നമുക്ക് എന്താ, ഏത് ഓർബിറ്റിലും കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞ 3 ക്വാണ്ടം നമ്പേഴ്സ് വെച്ച് പറയാൻ പറ്റും. n, l, m, l വെച്ചിട്ട് പറയാം. ഓക്കെ. ഇനി ഇതിൽ തന്നെ നമുക്കറിയാം ഓരോന്നിലും അല്ലെങ്കിൽ ഓരോ ഓർബിറ്റിലും 2 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഈ 2 ഇലക്ട്രോൺസിൽ ഓരോന്നിനും ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്? സ്പിൻ ക്വാണ്ടം നമ്പർ കൊണ്ടുവരുന്നത് അല്ലേ. അപ്പൊ അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്, സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പോ സ്പിൻ ക്വാണ്ടം നമ്പർ ജസ്റ്റ് നോക്കാം. സ്പിൻ ക്വാണ്ടം നമ്പർ ഏതൊക്കെയാണ്? അതായത് നമ്മൾ എന്ത് ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ നിന്നല്ല നമുക്ക് എന്ത് സ്പിൻ ക്വാണ്ടം നമ്പർ കിട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് നമ്മൾ എന്ത് എക്സ്ട്രാ ആഡ് ചെയ്തതാണ് അല്ലെ. അതായത് ഇലക്ട്രോണിന്റെ കറക്റ്റ് പൊസിഷൻ പറയാൻ വേണ്ടി അല്ലെങ്കിൽ അഡ്രസ് പറയാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ സ്പിൻ ക്വാണ്ടം നമ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അത് MS എന്ന് പറയാറുണ്ട്, അതിന്റെ ലെറ്റർ MS എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ S എന്നും പറയാറുണ്ട്. ഓക്കെ. ഇനി എന്താ പറയാ, ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? സ്പിൻ ക്വാണ്ടം നമ്പർ വെച്ചിട്ട് നമുക്കറിയാം ഇലക്ട്രോണിന് 2 സ്പിന്നുകൾ ഉണ്ടല്ലോ അല്ലേ. ഏതൊക്കെ? ഒന്ന് സ്പിൻ അപ്പ് വരാം, അല്ലെങ്കിൽ സ്പിൻ ഡൗൺ വരാം. അല്ലെങ്കിൽ നമ്മളിപ്പോ നമുക്ക് മനസ്സിലാകുന്ന രീതി പറയുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, ഒരു ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, രണ്ടാമത്തത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ. ശരിക്കും റിയൽ ലൈഫ് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊന്നല്ല അതിന്റെ സ്പിന്നിന്റെ കൺസെപ്റ്റ്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് എന്ത്, ഒരു ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, അപ്പൊ അതാണ് സ്പിൻ അപ്പ്. ഇനി ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതാണ് എന്താ പറയാ സ്പിൻ ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ. ശരിക്കും അതല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി ഇവിടെ നോക്കുക, ഇതിന്റെ MS-ന് പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ്? സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 പോസിബിൾ വാല്യൂസേ ഉള്ളൂ, കാരണം 2 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പം 2 പോസിബിൾ വാല്യൂസേ ഉള്ളൂ, ഒന്ന് +12ഉം ഒന്ന് -12ഉം. ഓക്കെ അല്ലേ. അപ്പൊ ഓർത്തിരിക്കുക, സ്പിൻ ക്വാണ്ടം നമ്പർ വരുന്നത് ഏതൊക്കെയാണ്? ഒന്ന് +12ഉം മറ്റേത് -12ഉം. +12 എന്ന് പറഞ്ഞാൽ അത് സ്പിൻ അപ്പ് സ്റ്റേറ്റിലായിരിക്കും, അതുപോലെ -12 എന്ന് പറഞ്ഞാൽ സ്പിൻ ഡൗൺ സ്റ്റേറ്റിലായിരിക്കും. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ 3p ഓർബിറ്റലിലെ 3px-ലെ ഫസ്റ്റ് ഇലക്ട്രോണിന്റെ ഷേപ്പ് അല്ലെങ്കിൽ എന്താ എങ്ങനെയായിരിക്കും ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സ്പിൻ അപ്പ് സ്റ്റേറ്റിലായിരിക്കും എന്ന് പറയാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പൊ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് എന്ത് മെയിൻ ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, ക്വാണ്ടം നമ്പേഴ്സ്.
ദെൻ എന്താ പറയാ, ഇതിന്റെ സിഗ്നിഫിക്കൻസ് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ടേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്വാണ്ടം നമ്പേഴ്സ് 4 പ്രിൻസിപ്പൽ, അസിമ്യൂത്തൽ, മാഗ്നറ്റിക്, സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ്. അതിന്റെ സിമ്പിൾ എൻ, എൽ, എം എൽ, എം എസ്. പിന്നെ വാല്യൂസ് വരുന്നത് എൻ്റെ വാല്യൂ നമുക്കറിയാം 1 2 3 എക്സെട്ര. അതുപോലെ എല്ലിന്റെ വാല്യൂ 0 മുതൽ n-1 വരെ. ദെൻ എം എല്ലിന്റെ വാല്യൂ -L മുതൽ +L വരെയാണ്. ദെൻ സ്പിന്നിന്റെ വാല്യൂ എത്ര വരുന്നത്? സ്പിന്ന് +½ അല്ലെങ്കിൽ -½ ഓക്കെ. ഇനി ഇത് എന്തൊക്കെ റെപ്രസെന്റ് ചെയ്യുക മീൻസ് നമുക്കറിയാം n വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, എനർജി ലെവൽ അല്ലെങ്കിൽ സൈസ്, ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ അസിമ്യൂത്തിൽ വെച്ചിട്ടാണെങ്കിൽ അത് സബ് ഷെല്ല് ഏതാണെന്ന് പറയാം. അതുപോലെ അതിന്റെ ഷേപ്പ്, ആ ഓർബിറ്റലിന്റെ ഷേപ്പ് നമുക്ക് പറയാൻ പറ്റും. ദെൻ എം എൽ വെച്ചിട്ടാണ് നമുക്ക് അതിന്റെ ഓറിയന്റേഷൻ പറയാൻ കഴിയുന്നത്. അതുപോലെ സ്പിന്നിന്റെ ഡയറക്ഷൻ പറയാം, അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ സ്പിന്നിന്റെ ഡയറക്ഷൻ പറയുന്നതാണ് എന്ത്, സ്പിൻ ക്വാണ്ടം നമ്പർ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് ക്വാണ്ടം നമ്പേഴ്സിന്റെ ഭാഗം. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ. അടുത്തത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. 1925 വോൾഫ്ഗാങ് പോളിയാണെന്ത് ഇത് കൊണ്ടുവന്നത്, സ്റ്റേറ്റ് ചെയ്ത്. ഓക്കെ അല്ലേ? ഇവിടെ എന്താ പറയുന്നത്, എന്താണ് പോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്? യെസ്, നമുക്കറിയുന്ന കാര്യമാണ്. ഒരിക്കലും ഒരു ഓർബിറ്റലില് ഇലക്ട്രോൺസിന് ഒരേപോലെ എന്ത് ചെയ്യാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ല. ഓക്കെ. കാരണം എന്താ, അങ്ങനെ പറ്റുമോ? ഇല്ല. അതായത് നോക്കാം, പോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത് നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് സെയിം സെറ്റ് ഓഫ് ഓൾ 4 ക്വാണ്ടം നമ്പേഴ്സ്. അതായത് ഒരു ഇലക്ട്രോൺ നമുക്കറിയാം, ഓരോ ഇലക്ട്രോൺ എന്താണ്, ഓരോ 4 ക്വാണ്ടം നമ്പർ വെച്ചിട്ട് ആണെന്ത് നമ്മൾ അതിനെ അഡ്രസ്സ് പറയാറുള്ളത്. ഓക്കെ. അതായത് ഒരു എന്താ പറയാ, ഒന്നിലധികം ഇലക്ട്രോൺസിന് എന്തുണ്ടാവില്ല, സെയിം അഡ്രസ് ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ 2s 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 2 ഇലക്ട്രോൺസിന് ഒരു ഇലക്ട്രോണിന് ഒരു അഡ്രസ് ആയിരിക്കും, രണ്ടാമത്തെ ഇലക്ട്രോൺ രണ്ടാമത്തെ അഡ്രസ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ഒരു ഓർബിറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു സെയിം ഓർബിറ്റിലാണെങ്കിൽ അതിന്റെ n വാല്യൂ, l വാല്യൂ, m വാല്യൂ ഒക്കെ സെയിം ആയിരിക്കും. പക്ഷെ അവിടെ ഡിഫറെന്റ് വരുന്നത് എന്താണ്, ഒന്ന് എസ് വാല്യൂ ആണ്. എസ് ഒന്നിന് എന്തായിരിക്കും, സ്പിൻ അപ്പ് ആണെങ്കിൽ s +½ വരും. ഓക്കെ. അതുപോലെ രണ്ടാമത്തെ ഇലക്ട്രോണിന് -½ വരും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനെ മാത്രമേ പോസിബിൾ ആവുള്ളൂ. അല്ലാതെ ഒരേ എനർജി അല്ലെങ്കിൽ ഒരേ ക്വാണ്ടം സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് പോസിബിൾ അല്ല. ഓക്കെ ആണല്ലോ? നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദ സെയിം സെറ്റ് ഓഫ് ഓൾ 4 ക്വാണ്ടം നമ്പേഴ്സ്. അങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ല. അതാണ് പോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇത് എക്സാമിന് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതേത് പ്രിൻസിപ്പിളാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്, നോ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺസ് ഇൻ ദ സെയിം ആറ്റം cannot exist in exactly the same quantum state. ഒരേ സ്റ്റേറ്റില്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചിത്രം വെച്ചാൽ പറയാം, ഇങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ല. അതേപോലെ ഇനിയിപ്പോ 2 ഇലക്ട്രോൺസും സ്പിൻ ഡൗൺ സ്റ്റേറ്റിലും കാണപ്പെടില്ല. ഒന്ന് സ്പിൻ അപ്പ് ആണെങ്കിൽ രണ്ടാമത്തത് സ്പിൻ ഡൗൺ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഒരേ ക്വാണ്ടം നമ്പറിൽ 2 ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യില്ല. ഓരോ ഇലക്ട്രോൺസിനും അതിന് സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ടാവും, ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാവും. ഇതാണ് പോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തതാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ. ഈ ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, അതായത് നമ്മുടെ ഇലക്ട്രോൺസ് ഫില്ല്, നമുക്കറിയാം ഓരോ എനർജി അല്ലെങ്കിൽ എന്താണ് എന്നിന്റെ വാല്യൂ കൂടുന്തോറും അവിടെ എനർജി ലെവൽസ് വ്യത്യാസപ്പെടുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഏത് ഓർഡറിലായിരിക്കും? ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി ആയിരിക്കും. ഓക്കെ. അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഇലക്ട്രോൺസ് ഒക്കെ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യത്തെ ഷെല്ലിൽ ആര് ഫില്ല് ചെയ്യും, ഫസ്റ്റ് 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യും. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുക, ഹയസ്റ്റ് രണ്ടാമത്തതിലോട്ട് പോവുക. ഇനി രണ്ടാമത്തെ ഷെല്ലുകൾ അല്ലെങ്കിൽ എസും പിയും ഫില്ല് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇതിലോട്ട് ചാടുള്ളൂ, അല്ലെങ്കിൽ തേർഡ് ഷെല്ലിലേക്ക് പോകുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ ഇൻക്രീസിങ് ഓർഡറിലാണ് ആ ഇലക്ട്രോൺസ് ഫില്ലിങ് ചെയ്യുക. ഓക്കെ. അല്ലെങ്കിൽ ആദ്യം ഇത്രയും എന്താ പറയുക എനർജി ലെവൽസ് ഉണ്ടെങ്കിലും ലോവസ്റ്റ് എനർജി ലെവൽസ് ഫില്ല് ചെയ്ത ശേഷം മാത്രമേ, അല്ലെങ്കിൽ ലോവസ്റ്റ് ഓർബിറ്റൽസ് ഫില്ല് ആയ ശേഷം മാത്രമേ ഹയസ്റ്റ് ഓർബിറ്റിലോട്ട് ഇലക്ട്രോൺസ് നോർമൽ കേസിൽ പോവുള്ളൂ. ഓക്കെ അല്ലേ? ഇതാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ. ഈ ഓഫ് ബോ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ വേർഡാണ്. അതിന്റെ അർത്ഥം ബിൽഡിംഗ് അപ്പ് എന്നാണ്. ഓക്കെ. അപ്പൊ നോക്കാം. ഓഫ് ബോ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇലക്ട്രോൺസ് ആർ ആഡഡ് 1 by 1 ടു ദ ലോവസ്റ്റ് എനർജി ഓർബിറ്റൽസ് അവൈലബിൾ. അതായത് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത്, അതായത് ആദ്യം 1s ആണ് ലോവസ്റ്റ്. 1s ഫില്ല് ആയി കഴിഞ്ഞാൽ 2s പോവുള്ളൂ. 2s കഴിഞ്ഞിട്ട്
ആണ് 2p പോവുക. അല്ലാതെ 1s കഴിഞ്ഞാൽ നേരെ 2p ജമ്പ് ചെയ്യില്ല. ഓക്കെ അല്ലേ? അതുപോലെ 2p കഴിഞ്ഞാൽ അടുത്തത് എന്താ 3s, ദെൻ 3p. അപ്പൊ ഇങ്ങനെയായിരിക്കും ഇലക്ട്രോണിന്റെ ഫില്ലിങ് നടക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഓഫ് ബോർ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ? ഇലക്ട്രോൺസ് ഫിൽ ഓർബിറ്റൽസ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി. ഓക്കെ, ദെൻ ഇവിടെ ഇതിന്റെ ജസ്റ്റ് ആ റൂൾ ഒന്ന് മനസ്സിലാക്കുക. N+L റൂൾ അല്ലെങ്കിൽ മാഡ്ലങ് റൂൾ എന്ന് പറയാറുണ്ട്. അതായത് ഇതിന്റെ അല്ലെങ്കിൽ ഓരോ എനർജി ലെവലിൽ നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ അതിന്റെ വാല്യൂ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ അത് അറിയാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? N+L കണ്ടുപിടിച്ചാൽ മതിയാവും. ഓക്കെ, ഓരോ ഓർബിറ്റലിന്റെയും N വാല്യൂ അതുപോലെ അസിമുത്തൽ നമ്പർ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന വാല്യൂ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ N+L വാല്യൂ കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം എന്താ? അത് ഹയസ്റ്റ് എനർജി ലെവൽ എന്ന് പറയാം. അതേസമയം N+L വാല്യൂ കുറവാണെങ്കിൽ അതെന്താണ്? ലോവസ്റ്റ് എനർജി ലെവൽ ആയിരിക്കും. ഓക്കെ, ഇനി ചില സമയത്ത് N+ വാല്യൂ സെയിം ആയിട്ട് വരും. സെയിം ആയിട്ട് വരികയാണെങ്കിൽ അവിടെ N വാല്യൂ ചെറുതാണെങ്കിൽ അതെന്തായിരിക്കും? അത് ലോവസ്റ്റ് എനർജി ലെവൽ ആയിരിക്കും. N വാല്യൂ വലുതാണ് എങ്കിൽ നമുക്ക് എന്ത്? അത് ഹയസ്റ്റ് എനർജി ലെവൽ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കാര്യം മനസ്സിലാവും. അതായത് നോക്കാം, ഇപ്പോ 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. ഓക്കെ, ഈ മൂന്നെണ്ണം ഉള്ളത്. ഇതിൽ ഏതിനാണ് എനർജി? നമുക്ക് നോർമലി അറിയുന്ന കാര്യമാണ് 3s ഏറ്റവും എനർജി കുറവ് എന്നുള്ളത്. നമുക്ക് ഇത് വെച്ചാണ് ചെയ്ത് നോക്കാം. N+L വെച്ചിട്ട് 3s ആണെങ്കിൽ അതിന്റെ N വാല്യൂ എത്രയാണ്? N 3 ആണ് വരുന്നത്. ഇനി അതിന്റെ L വാല്യൂ എത്ര? S ആയതുകൊണ്ട് അത് 0 ആണ് വരിക. അപ്പൊ 3 + 0 3 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 3s അറിയുമ്പോൾ N+L 3 ആണ് വരുന്നത്. 3p ആണെങ്കിൽ അത് എത്ര വരിക? N+L അറിയുമ്പോൾ 3 + 1 4 വരും. 3d ആണെങ്കിൽ അതിന്റെ വാല്യൂ 5 വരും. ഓക്കെ, ഇനി നോക്കാം, ഞാൻ ഇപ്പൊ 4s നോക്കാം. 4s ആണെങ്കിൽ അത് വരുന്ന എത്ര? N വാല്യൂ 4ഉം അതുപോലെ S വാല്യൂ 0യും. അപ്പൊ 4 ആണ് വന്നത്. അപ്പൊ ഇനി ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യം കമ്പയർ ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ N+L വാല്യൂ കൂടുതൽ ആർക്കാണ് വരുന്നത്? 3dക്കാണ് 4s ഓക്കെ, അപ്പൊ നിങ്ങൾ വരക്കുമ്പോൾ നമ്മുടെ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് 3s, അത് കഴിഞ്ഞിട്ടാണ് ആരെഴുതുക? 3s കഴിഞ്ഞ് 3p എഴുതി. കാരണം 3s 3 ഉള്ളൂ, 3p 4 ഉണ്ട്. ഓക്കെ, ഇനി ഈ 3p ആണോ 4s ആണോ ആദ്യം എഴുതേണ്ടത്? നമുക്കറിയാം 3p N+L-ഉം 4s N+L-ഉം വാല്യൂ എന്താ? സെയിം തന്നെയാണ്, 4 വന്നത്. അതിൽ തന്നെ ആർക്കാണ് അല്ലെങ്കിൽ ലോവസ്റ്റ് എനർജി എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ N ചെറിയ വാല്യൂ വന്നതാണ് നോക്കേണ്ടത്. ഇവിടെ N ചെറുത് 3p അല്ലേ? അല്ലേ? അപ്പോൾ ലോവസ്റ്റ് എനർജി ആർക്കാ? 3p ആരേക്കാൾ? 4s അപ്പൊ അടുത്ത് 3p വന്നു. അടുത്തത് നിങ്ങൾ നോക്കേണ്ട 3d എഴുതുന്നത് ശരിയാണോ? 3d എഴുതുന്നത് ശരിയാണോ? അല്ല. കാരണം എന്താ? അടുത്തവിടെ 5 ആണ് 3d വന്നത്. അതേസമയം 4s എത്രയേ ഉള്ളൂ? 4 കിടക്കുന്നുള്ളൂ. അപ്പോ അടുത്ത് നിങ്ങൾ എഴുതേണ്ട ഏതാണ്? 4s ആണ്. അപ്പൊ എന്തുകൊണ്ട് 4s വന്നു എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പൊ അടുത്തത് 4s ആണ് വരേണ്ടത്. എന്നിട്ട് മാത്രമേ ആര് വരുള്ളൂ? 3d വരുള്ളൂ. കാരണം എന്താ? അതിന് N+ വാല്യൂ 5 ആണ് വരുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഈ N+ റൂൾ വെച്ച് അല്ലെങ്കിൽ മാഡ്ലങ് റൂൾ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഓഫ് ബോർ പ്രിൻസിപ്പിൾ പറഞ്ഞ പ്രകാരം ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ലോവസ്റ്റ് എനർജിയിൽ നിന്ന് ഹയസ്റ്റ് എനർജി ലെവലിലോട്ടായിരിക്കും എന്നാ പറഞ്ഞത്. ഓക്കെ, അതിൽ ആദ്യം ഫില്ല് ചെയ്യുന്നത് എല്ലായ്പ്പോഴും എങ്ങനെയായിരിക്കും? ലോവസ്റ്റ് എനർജി ആയിരിക്കും. അതായത് 3s ഫില്ല് ചെയ്ത ശേഷം മാത്രമേ 3p പോകൂ, 3p ഫില്ല് ആയ ശേഷം മാത്രമേ 4s പോകൂ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ ക്രമം അറിയാൻ വേണ്ടിയാണ് N+ റൂൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എളുപ്പമാണ്. അടുത്തത് നമുക്കറിയാം, നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ആ ഓർബിറ്റൽസിന്റെ എനർജി ഓർഡർ വരുന്നത് ആദ്യം ഏതാണ്? യെസ്, ആദ്യം 1s. ഞാൻ നേരത്തെ എഴുതിയത് എന്താ പറയാ, തിരിച്ചായിരുന്നു അല്ലേ വേണ്ടത്? നേരത്തെ എഴുതിയത് 3s ഇങ്ങനെ വലുതെന്നാണ് എഴുതിയത്, തിരിഞ്ഞാണ് വരേണ്ടത്. അതായത് 3s ലെസ് ദാൻ 3p ലെസ് ദാൻ 4s ലെസ് ദാൻ 3d ഇങ്ങനെ ആയിരുന്നു വരേണ്ടിയിരുന്നത്. ഓക്കെ, നേരത്തെ ആ ലെസ് ദാൻ കേട്ടതാണ്, മാറിയതാണ്. എന്തായാലും നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. സോ നമ്മളെ എനർജി ഓർഡർ വന്നത് എന്താണ്? ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ? 1s 2s 2p 3s 3p 4s 3d 4p 5s 5d 4d 5p 6s. അപ്പൊ എക്സാമിന് എന്ത്, ഇപ്പൊ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചിരുന്നു 3d കഴിഞ്ഞാൽ അടുത്ത ഓർബിറ്റിൽ ഏതാണ് വരുന്നത്? ഓക്കെ, അടുത്ത ഏതാണ്? 4p ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാം? അപ്പൊ നിങ്ങൾക്ക് ആ റൂൾ അറിഞ്ഞാൽ മതി. N+ റൂൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് മുൻപ് അല്ലെങ്കിൽ ഹയസ്റ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഈ റൂൾ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ.
അപ്പൊ ഇതാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഹൺസ് റൂള്. എന്താണ് ഹൺസ് റൂൾ പറയുന്നത്? യെസ്, അത് വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ഓരോ ഷെല്ലിലും ഇലക്ട്രോൺസ് ഇപ്പൊ നമ്മൾ നോക്കുക 3p ആണ്, അല്ല ഞാൻ ഇപ്പൊ p ആണ് വരക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ 3p4 എനിക്ക് വരക്കണം എന്നുണ്ടെങ്കിൽ 4 ഇലക്ട്രോൺസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ഇങ്ങനെ ഫില്ല് ചെയ്യാണ്. അതിൽ 2 കൊടുത്തു. നോക്കാം, എന്താ ഇതില് 2, ഇതില് 2, ഇപ്പൊ 4 ഫില്ലായി. ഇങ്ങനെ ഫില്ല് ചെയ്യണത് ശരിയാണോ? അല്ല, ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പാടില്ല, അത് റോങ് ആണ്. ഓക്കെ അല്ലേ? അപ്പോ ഹൺസ് റൂൾ പറയുന്നത് എന്താണ്? ഇങ്ങനെ, അതായത് ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ആദ്യം നമ്മളിപ്പോ ഈ ഡീജനറേറ്റ് എനർജി ലെവൽസ് പറഞ്ഞാല് ഈ പി എക്സും പി വൈയും പി സെഡിന്റെ ഒക്കെ എനർജി എന്ത് തന്നെയാണ്? സെയിം എനർജിയാണ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസ് ആദ്യം ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആദ്യം പാരലൽ സ്പിൻ ആയിട്ടാണ് ഫില്ല് ചെയ്യേണ്ടതാ. 1, 2, 3, ഇങ്ങനെ 3 ഫില്ല് ചെയ്ത ശേഷം മാത്രമേ പെയറിങ് നടത്താൻ പാടുള്ളൂ. ഓക്കെ, കണ്ടോ? ഇങ്ങനെയാണ് ഇത് 3p4 വരേണ്ടത്. അതേപോലെ ഇപ്പൊ വേറെ ഞാൻ 3D വെച്ച് പറയുകയാണെങ്കിൽ നോക്കാം. 3D ആണെങ്കിൽ നമുക്കറിയാം അതിൽ എത്ര ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഉണ്ട്? 5 ഉണ്ട്. 1, 2, 3, ഇതാ 5 ഉണ്ട്. ഇനി ഇതില് എനിക്ക് എന്ത് 3D 10 ആണ് എനിക്ക് ഫില്ല് ചെയ്യേണ്ടത്. സോറി, 3D 10 അല്ല, 3D 8 ആണ് എനിക്ക് ഫില്ല് ചെയ്യേണ്ടത് വിചാരിച്ചോളൂ. അപ്പൊ ഞാൻ എന്ത് ഇങ്ങനെ ഫില്ല് ചെയ്താൽ ശരിയാവോ? അതാ ഇതിൽ 2, 4, 6, 8 ഇങ്ങനെ ഫില്ല് ചെയ്താൽ ശരിയാവോ? ശരിയാവില്ല. ഹൺസ് റൂൾ പ്രകാരം ഇലക്ട്രോൺസ് എങ്ങനെ ഫില്ല് ചെയ്യണം? ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യേണ്ടത് ആദ്യം പാരലൽ സ്പിൻ ആയിട്ടാണ്. ഓക്കെ, ആദ്യം പാരലൽ സ്പിൻ ആയിട്ടാണ്. അപ്പൊ 5 കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തു. അതിനുശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? പെയർ ചെയ്യേണ്ടത്. 6, 7, 8 ഉണ്ടോ? ഇതാണ് എന്ത് നമ്മുടെ ഹൺസ് റൂൾ പ്രകാരം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ ഫില്ലിംഗ് നടക്കുന്നത് എങ്ങനെയായിരിക്കണം? ഹൺസ് റൂൾ പ്രകാരം ആയിരിക്കണം. ഓക്കെ അല്ല? അതാണ് പറയുന്നത് ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ഡീജനറേറ്റ് ഓർബിറ്റൽസ്. അതായത് നമ്മളിപ്പോ ഈ പറഞ്ഞൊക്കെ എന്താണ്? ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണല്ലോ. ഇതിൽ ഓരോന്നിനും എന്താ എനർജി എന്താണ്? സെയിം ആണ് വരുന്നത്. ഓക്കെ, അവിടെ ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫസ്റ്റ് വിത്ത് പാരലൽ സ്പിൻസ്. അതായത് ഫസ്റ്റ് ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെ ആയിരിക്കണം? പാരലൽ സ്പിന്നുകളായിട്ടാണ് ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. എപ്പോ? അതിനുശേഷം മാത്രമേ പെയർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോ ഒന്നുകൂടി നോക്കാം. ഇപ്പൊ 4p ആണെങ്കിൽ ഇപ്പൊ ദാ ഇങ്ങനെ കൊടുക്കുന്നത് ശരിയല്ല. ഇപ്പൊ 4p2 ആണെങ്കിൽ 2 ഇലക്ട്രോൺ ഇങ്ങനെ കൊടുക്കാൻ ശരിയല്ല. എങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ? ഇതിലൊന്ന്, ഇതിലൊന്ന്. ഓക്കെ, ഇനി 4p3 ആണെങ്കിൽ 3 എങ്ങനെ കൊടുക്കാം, അല്ലാതെ ഇങ്ങനെ കൊടുക്കുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഫില്ലിങ്. അത് ഏത് റൂൾ പ്രകാരമാണ്? ഹൺസ് റൂൾ പ്രകാരമാണ്. ഓക്കെ അല്ലേ? റീസൺ എന്താ ചോദിച്ചാല് ഇവിടെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നത്? കാരണം അവിടെ ഇലക്ട്രോൺ റിപ്പൾഷൻ എന്ത് ചെയ്യുക? മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? അവിടെ ഈ റിപ്പൾഷൻ കുറയാ മീൻസ് അവിടെ സ്റ്റെബിലിറ്റി കൂടുമല്ലോ. അതുകൊണ്ടാണ്, അതിനു വേണ്ടിയാണ് എന്ത് ഇലക്ട്രോൺസ് ഇങ്ങനെ പാരലൽ സ്പിൻ ആയിട്ടാണ് ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് പെയറിങ് നടക്കുള്ളൂ. അത് പറയുന്ന റൂളാണ് എന്ത്? ഹൺസ് റൂള് പറയുന്നത്, അല്ലെങ്കിൽ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നൈട്രജന്റെ കേസിൽ നൈട്രജനിൽ 7 ഇലക്ട്രോൺസ് ആണുള്ളത്. അതിന്റെ കോൺഫിഗറേഷൻ ഏതാ? ഇങ്ങനെ ജസ്റ്റ് എന്താ 1s2 2s2 2p3. ഇവിടെ 2p3 നോക്കുമ്പോൾ പി ഓർബിറ്റലിൽ ഇവിടെ എത്ര 3 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ഈ 3 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞത്? ആദ്യം പാരലൽ സ്പിൻ ആയിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയിപ്പോ സപ്പോസ് 2p4ന്റെ കേസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ, എന്നിട്ട് ഇവിടെ ഇനിയാണ് പെയറിങ് നടക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഹൺസ് റൂള്. അപ്പോ നമ്മളിപ്പോ ഈ പറഞ്ഞ പോളിസ് പ്രിൻസിപ്പിള്, അതുപോലെ ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഹൺസ് റൂള്, ഇത് മൂന്നും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? അതായത് ഇലക്ട്രോൺസിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഒരു ഓർബിറ്റലിൽ ഈ ഇലക്ട്രോൺസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ത് പറയുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഏതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച പോളിസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം, അതുപോലെ ഓഫ് ബോ പ്രിൻസിപ്പിൾ, അതുപോലെ ഹൺസ് റൂള്. ഇത് മൂന്ന് വെച്ചിട്ടാണ് എന്ത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കാർബൺ ആണെങ്കിൽ ആറ്റം നമ്പർ 6 ആണ്. അതിന്റെ കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s2 2p2. ഓക്കെ അല്ലേ? അതുപോലെ ഇനിയിപ്പോ അയൺ ആണെങ്കിൽ അയണിന്റെ ആറ്റം നമ്പർ 26 ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് AR 3d6 4s2. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഷോർട്ട് ആയിട്ട് ചെയ്തെന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും ഇങ്ങനെ നമുക്ക് ഏത്
ആറ്റത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഒന്ന്, പോളിസ് പ്രിൻസിപ്പിള് അത് വയലറ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഒരേ സ്റ്റേറ്റിൽ ആർക്ക് എന്താ പറയുക ഇലക്ട്രോൺസിന് നിൽക്കാൻ പാടില്ല എന്നറിയാം. അതേപോലെ ഓഫ് ബോ പ്രിൻസിപ്പിൾ പ്രകാരമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത്. അതായത് 1s കഴിഞ്ഞിട്ട് മാത്രമേ 2sലേക്ക് ചാടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 3p ഫില്ലായാൽ മാത്രമേ 4sലോട്ട് ചാടാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ പറയുന്നത്. ദെൻ ഹൺസ് റൂൾ പ്രകാരം നമ്മൾ എന്ത് ഇലക്ട്രോൺസ് ഓരോ ഷെല്ലിലും അല്ലെങ്കിൽ ഓരോ ഓർബിറ്റിൽ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ആദ്യം പാരൽ സ്പിന്ന് അറേഞ്ച് ചെയ്ത ശേഷം മാത്രമേ പിന്നെ പെയറിങ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണെന്ത് ഇതിന്റെ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ബേസിക്. ഇനി ചില ആറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് എക്സെപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്ത ക്രോമിയം അതുപോലെ കോപ്പർ ഒക്കെ. ഇവിടെ വരുന്ന എന്താ, നിങ്ങൾ നോക്കൂ, ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ വരക്കുകയാണെങ്കിൽ എത്ര വരുന്നത്? ആർഗൺ 18 പിന്നെ 3D നമുക്ക് അറിയുന്ന കാര്യമാണ്. ശരിക്ക് വരേണ്ടിയിരുന്നത് എങ്ങനെയായിരുന്നു? 4s 2 ഫില്ല് ചെയ്ത ശേഷം മാത്രമേ എങ്ങോട്ട് പോകാൻ പാടുള്ളൂ, 3D 4 ഇങ്ങനെ ആയിരുന്നു വരേണ്ടിയിരുന്നത്. ഓക്കെ, ക്രോമിയത്തിന്റെ നമ്പർ എത്ര വരുന്നത്? ആറ്റമിക് നമ്പർ എത്ര ക്രോമിയത്തിന്റെ? പറയൂ. 24 അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ നോർമലി പഠിച്ച പ്രകാരമാണെങ്കിൽ ശരിയാണ്. ആർഗൺ ആദ്യം അത് 18, അത് കഴിഞ്ഞ് 4sലേക്ക് ഫില്ല് ചെയ്ത് അതിനുശേഷം 3Dയിലേക്ക് വരിക. അപ്പൊ 4s2 ഫില്ലായി, അതിനുശേഷം 3D 4ലോട്ട് വന്നു. പിന്നെ അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നില്ല? ക്രോമിയത്തിന്റെ കേസിൽ ശരിക്ക് വരുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ നിൽക്കുന്നത്, ശരിക്കും നിൽക്കുന്നത് ക്രോമിയം 3 ആദ്യം 4sൽ 1ഉം അതുപോലെ 3D 5ലോട്ട് എന്ത് ചെയ്യും, 4 ഉള്ളത് 5ആയി മാറും. അപ്പൊ 3D 5 എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എന്താണ് 3D 5 ആകുമ്പോൾ ഈ 3D ഓർബിറ്റിൽ എന്താണ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ആണ്. ഓക്കെ, അപ്പൊ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ഇതെന്താണ്, ഹൈലി സ്റ്റേബിൾ ആണ്. ഓക്കെ, അതായത് ഒരു ഷെല്ല് അല്ലെങ്കിൽ ഒരു സബ് ഷെല്ല് എന്താണ് ഹാഫ് ഫിൽഡോ അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡോ ആണെങ്കിൽ അതിന് സ്റ്റെബിലിറ്റി കൂടും. ഓക്കെ, അപ്പൊ ആ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ക്രോമിയം ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ആദ്യം ശരിക്കും അറേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു? ലാസ്റ്റത്തെ ഷെല്ല് എടുക്കുകയാണെങ്കിൽ 4sൽ 2 പിന്നെ 3Dയിൽ 4 ആയിരുന്നു വരേണ്ടത്. 2, 3, 4 ഇങ്ങനെ ആയിരുന്നു വരേണ്ടിരുന്നത്. പക്ഷെ ഇതെന്ത് ചെയ്യും, ഇവിടുത്തെ ഈ ഒരു ഇലക്ട്രോൺസ് നേരെ ഇങ്ങോട്ട് ചാടിയിട്ട് ഇവിടെ എന്ത് ചെയ്യും, 4sൽ 1ഉം അതുപോലെ 3Dയിൽ 5 ആയിട്ട് നിൽക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ക്രോമിയത്തിന്റെ അറേഞ്ച്മെന്റ്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഫില്ലായി ചോദിച്ചാൽ എന്താണ്, ഇത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കറിയുന്ന കാര്യമാണ് ഹാഫ് ഫിൽഡോ അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡോ ഓർബിറ്റൽസ് ആണെങ്കിൽ അതിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അതുപോലെ അതിന്റെ എക്സ്ചേഞ്ച് എനർജി കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അടുത്തത് ഇതേപോലെ നമുക്ക് കോപ്പറിന്റെ പറയാൻ പറ്റും. കോപ്പർ ആണെങ്കിൽ എത്ര വരുന്നത് നോക്കൂ. കോപ്പർ ആണെങ്കിൽ നോർമലി വരേണ്ടിരുന്നത് എങ്ങനെയാണ്? ആർഗൺ ദെൻ 4s2 3D 9 വരാൻ പാടുള്ളൂ. ഓക്കെ, കോപ്പറിന്റെ ആറ്റമിക് നമ്പർ എത്ര? കോപ്പറിന്റെ ആറ്റമിക് നമ്പർ 29 വരുന്നത് അല്ലേ? കോപ്പറിന്റെ ആറ്റമിക് നമ്പർ 29 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാണ് കാര്യം എന്താ, ഇവിടെ എന്താണ് ഈ ലാസ്റ്റ് ഓർബിറ്റിൽ ഒറ്റ ആറ്റം ഒറ്റ ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്താണ് ഫുള്ളി ഫിൽഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 4s2ൽ നിന്നുള്ള ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടിയിട്ട് 4s1 3D 10 ആകുകയാണെങ്കിൽ ഇതെന്താ ഹൈലി സ്റ്റേബിൾ ആയി മാറും. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് കോപ്പറിൽ എങ്ങനെ ഫില്ലിങ് നടക്കുന്നത്, 3D 10 4s1 നടക്കുന്നത്. ഓക്കെ അല്ലേ? കാരണം അത് ഫുള്ളി ഫിൽഡ് ആകുമ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും. അപ്പൊ അതിന്റെ ജസ്റ്റ് ഇത് വരക്കുകയാണെങ്കിൽ കോപ്പറിന്റെ കേസ് ആണെങ്കിൽ ഇവിടെ എന്ത് 4s ദെൻ നമ്മുടെ 3D 1 2 3 4 5 6. ഓക്കെ, ഇങ്ങനെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, 4sഉം 3D ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്ത് ചെയ്തു, ഇവിടെ സംഭവിച്ചത് ഇത് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി എന്ത് ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ ഹൈലി സ്റ്റേബിൾ ആണല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ 4sലെ ഒരു ഇലക്ട്രോൺ നേരെ
നമ്മുടെ ഡി ഷെല്ലിലോട്ടുണ്ട് ചാടും. അങ്ങനെ ഇത് ഫുള്ളി ഫിൽഡ് ആവും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 4s1 3D 10 കിട്ടി. കാരണം എന്താ? ഇതിന്റെ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുന്നു, ഹൈലി സ്റ്റേബിൾ ആയതുകൊണ്ടും അതുപോലെ എക്സ്ചേഞ്ച് എനർജി കൂടുതലായത് കൊണ്ടാണെന്ത് ഇങ്ങനെ ഇത് ക്രോമിയം അതുപോലെ കോപ്പറൊക്കെ ഈ ഒരു എക്സെപ്ഷൻ കേസ് കാണിക്കുന്നത്. ഓക്കെ അല്ല, അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു ചോദിച്ചാലൊക്കെ എന്താണ് റീസൺ? അതിന്റെ ഹാഫ് ഫിൽഡ് ആവും, അതുപോലെ ഫുള്ളി ഫിൽഡ് ആണെങ്കിലും അത് ഹൈലി സ്റ്റേബിളും അതുപോലെ അതിന്റെ എക്സ്ചേഞ്ച് എനർജി കൂടുതലും ആയതുകൊണ്ടാണ് എന്ത് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ആ ഒരു റീസൺ ഒക്കെ ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആറ്റമിക് സ്ട്രക്ചറിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് നമ്മൾ ഇന്ന് പഠിച്ചത് ഹൈഡ്രജൻ സ്പെക്ട്രം പഠിച്ചു, അതിന് ഡിഫറെന്റ് സ്പെക്ട്രൽ ലൈൻസ് പഠിച്ചു, പിന്നെ ലൈമൻ ബാൾമർ പാഷൻ ബ്രാക്കറ്റ് ഫണ്ട്, അതിൽ തന്നെ ബാൾമർ സീരീസ് തന്നെ ഡിഫറെന്റ് ലൈൻസ്, അതായത് എച്ച് ആൽഫ എച്ച് ബീറ്റ എച്ച് ഗാമ എച്ച് ഡെൽറ്റ, ഈ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിന്റെ ഇക്വേഷൻസ് പറഞ്ഞു, വേഗത്തിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്ത് ക്വാണ്ടം നമ്പേഴ്സിന്റെ കാര്യം. ക്വാണ്ടം നമ്പേഴ്സ് തന്നെ NaLm, ഇത് മൂന്ന് വെച്ച് നമുക്ക് എന്ത് ഒരു ഓർബിറ്റലിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്താ ഇലക്ട്രോണിന്റെ കംപ്ലീറ്റ് ഡാറ്റ അല്ലെങ്കിൽ അഡ്രസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാലാമത് ഒരാൾ കൂടി വന്നു, അതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. അങ്ങനെ 4 ക്വാണ്ടം നമ്പർ വെച്ച് ഒരു ഇലക്ട്രോണിന്റെ അഡ്രസ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതിനുശേഷം എന്താ അതിന്റെ ഓരോ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ ആണെന്ത് നമ്മുടെ പോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്, അതായത് ഒരു ഇലക്ട്രോൺസിനും സെയിം ക്വാണ്ടം നമ്പർ 4 ക്വാണ്ടം നമ്പേഴ്സ് ഒരിക്കലും വരില്ല. അതായത് ഓരോന്നിനും അല്ലെങ്കിൽ എന്ത് ഓരോ ഇലക്ട്രോൺസിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിന് മാത്രമുള്ള ക്വാണ്ടം നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ അടുത്താണെന്ത് ഓഫ് പ്രിൻസിപ്പിൾ പറഞ്ഞത്, അതെന്താ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി ലെവൽസ് ആയിരിക്കും. അല്ലെങ്കിൽ ഓരോ ഓർബിറ്റലിലും ഫില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോവസ്റ്റ് എനർജിയിലായിരിക്കും ആദ്യം ഫില്ല് ചെയ്യുക, അതിന് ശേഷം മാത്രമേ ഹയസ്റ്റ് എനർജി ലെവലിലോട്ട് അത് ഫില്ല് ചെയ്യുക നടക്കുള്ളൂ. അടുത്തതാണ് ഹൺസ് റൂൾ പറഞ്ഞത്. ഹൺസ് റൂൾ പ്രകാരം എന്താ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഡീജനറേറ്റ് എനർജി ലെവൽസിൽ അല്ലെങ്കിൽ സെയിം എനർജി ഉള്ള എനർജി ലെവൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? ആദ്യം പാരലൽ സ്പിൻ ആയിട്ടായിരിക്കണം ആദ്യം ഫിൽ ചെയ്യേണ്ടത്. എന്നിട്ട് അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പെയറിങ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞു. അതിൽ തന്നെ നമുക്ക് ഹാഫ് ഫീൽഡും ഫുള്ളി ഫീൽഡും ഹൈലി സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ക്രോമിയം കോപ്പർ എന്ത് ചെയ്യും? എക്സെപ്ഷൻസ് കാണിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ആറ്റമിക് സ്ട്രക്ചർ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. നമുക്ക് ഇനി എന്ത് ഈ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വന്ന മുൻവർഷ PSC ചോദ്യങ്ങളും അതുപോലെ കുറച്ച് MCQs എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അതെന്തായാലും അടുത്ത പാർട്ടിൽ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ആറ്റമിക് സ്ട്രക്ചർ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബാക്കി ഇതിന്റെ PYQs അടുത്ത തേർഡ് പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ?